സോ ഹായ് ഓൾ നമ്മൾ ഇലക്ട്രോണിക്സിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. സോ ഇലക്ട്രോണിക്സിന്റെ ഏതുവരെ എത്തിയപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സിൽ കുറെ ആയി പഠിക്കുന്നു. ഡയോഡാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. സോ ഡയോഡിന്റെ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഡയോഡ് ഏകദേശം എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഡയോഡ് ഇനി കുറച്ചും കൂടെ ഉണ്ട്. ഒരു 20 മിനിറ്റും കൂടെ നമുക്കൊന്ന് എടുക്കേണ്ടി വരും, 20 അല്ലെങ്കിൽ 25 മിനിറ്റ്. അതിനുശേഷം നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്ക് പോവാം. ഓക്കെ, സോ ഇതിന് ഇനിയിപ്പോ ഈ ചാപ്റ്ററിന് ഒരു 3 ക്ലാസ്സും കൂടെ കിട്ടിയാൽ നമുക്കിത് ഏകദേശം തീർക്കാൻ പറ്റും. സോ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പൊ ഒരു ഡയോഡിന്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ദ ഗ്രാഫ് കണ്ടെയ്നിങ് വേരിയേഷൻ ഓഫ് ഫോർവേഡ് കറണ്ട് വിത്ത് ഫോർവേഡ് ബയാസ് വോൾട്ടേജ്. അതായത് ഡയോഡ് നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം, ഒന്നെങ്കിൽ ഫോർവേഡ് ബയാസും അതേപോലെ റിവേഴ്സ് ബയാസും. സോ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ട് ആണ് ഫോർവേഡ് കറണ്ട്. ഓക്കെ, അത് അങ്ങനെ പറയൊന്നും വേണ്ട, ഫോർവേഡ് കറണ്ട്. സോ ഈ ഫോർവേഡ് ബയാസ് ഉള്ള വോൾട്ടേജ് ആണ് ഫോർവേഡ് ബയാസിൽ വോൾട്ടേജ്. ഓക്കെ, അതും ഫോർവേഡ് കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ഡയോഡ് എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. വളരെ രസകരമായ ഒരു ഗ്രാഫാണ്. നമ്മളെ ഹോംസിലോ ഒക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ഗ്രാഫാണ്. ഹോംസിലോ അൾട്ടിമേറ്റ് അല്ല, അത് ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റി എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. സോ ഒരു ഡയോഡിനെ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് എത്തും. ഓക്കെ, പിന്നെ ഇത്രയും ദൂരം കോൺസ്റ്റന്റ് ആയിരിക്കും, ഇത്രക്കും ദൂരം എന്തായിരിക്കും, ഇതേപോലെ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഇവിടുന്ന് തൊട്ടിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഒറിജിനുള്ള പോയിന്റ് മുതലേ എന്ത് സംഭവിക്കുക, അതിനുള്ള പോയിന്റ് മുതൽ ഇങ്ങനെ ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പിന്നെ നേരെ താഴോട്ട് അങ്ങോട്ട് ഇറങ്ങും. ഓക്കെ, പിന്നെ നേരെ അങ്ങനെ വളവിൽ ഇറങ്ങാൻ പാടില്ല, ഏറെക്കുറെയൊക്കെ എന്താ പറയാ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പിന്നെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങും. സോ ഇതാണ് ഒരു ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താ പറയാ ഡയോഡ് എന്ന് പറയുന്നത്. ഇതില് നമ്മൾ വൈ ആക്സിസിൽ നമുക്ക് ഐ എഫ് എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഐ എഫ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കറണ്ട് ആണ്. ദെൻ വി എഫ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് വോൾട്ടേജ് ആണ്. ദെൻ ഇവിടെ താഴെ ഞാൻ ഐ ആർ എന്ന് കൊടുക്കുകയാണ്. ഐ ആർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് കറണ്ട് ആണ്. എന്താണ്, റിവേഴ്സ് കറണ്ട് ആണ്. മീൻസ് റിവേഴ്സ് ബയാസിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കറണ്ട് കിട്ടുന്നുണ്ട്. ദെൻ ഇവിടെ ഞാൻ വി ആർ എന്ന് കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്നത്, വി ആർ എന്ന് പറഞ്ഞാൽ എന്താ, വി ആർ സിംപ്ലി ബട്ട് എന്താ പറയാ റിവേഴ്സ് വോൾട്ടേജ് ആണ്. റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് റിവേഴ്സ് വോൾട്ടേജ്. ഓക്കെ, സോ എല്ലാം ഞാൻ ഒരൊറ്റ ഗ്രാഫിലാക്കി തന്നെ ഇങ്ങോട്ട് വരക്കുക എന്ന് മാത്രം. സോ അത്രേ ഉള്ളൂ, വല്ലാത്ത വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. സോ ഇതാണ് ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഏകദേശമൊക്കെ ആയിട്ട് വരിക. സോ ഈ ഗ്രാഫിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് ഇവിടെ ഫോർവേഡ് കറണ്ട് മെഷർ ചെയ്യുന്നത് മില്ലി ആംപിയറിലായിരിക്കും. അതേപോലെ റിവേഴ്സ് കറണ്ട് മെഷർ ചെയ്യുന്നത് മൈക്രോ ആംപിയറിലായിരിക്കും. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ ആണ്. മീൻസ് അത് വളരെ കുറവായിരിക്കും. പിന്നെ എന്താ പറയാ, ഈ ഒരു പോയിന്റ് കണ്ടല്ലേ, ഈ ഒരു പോയിന്റിന് ശേഷമാണ് ഇത് നേരെ താഴോട്ട് വല്ലാണ്ട് ഇൻക്രീസ് ആവുന്നത്. സോ ഈ ഒരു പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിനെ വി ബി ആർ എന്നാണ് പറയാ. എന്താ പറയാ, വി ബി ആർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ് പറയാ. ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ് ആ ഭാഗത്തിൽ പറയാം. മീൻസ് അവിടുന്ന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് വല്ലാതെ ഡിക്രീസ് ആവുന്നത്. പിന്നെ അതേപോലെ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റിന് ശേഷം ഇത് വല്ലാതെ ഇൻക്രീസ് ആവുന്നത് അല്ലെ. സോ ഈ ഒരു പോയിന്റിലുള്ള വോൾട്ടേജ് നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്താ പറയാൻ പറ്റുക, ഈ ഒരു വോൾട്ടേജിന് നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, നീ വോൾട്ടേജ് എന്ന് പറയാം. കിനി വോൾട്ടേജ് എന്ന് പറയരുത് നിങ്ങൾ, നീ വോൾട്ടേജ് എന്നേ പറയാൻ പാടുള്ളൂ. സോ ത്രെഷോൾഡ് വോൾട്ടേജ്, നീ വോൾട്ടേജ് എന്ന് നിങ്ങൾ പറയാൻ പാടുള്ളൂ. സോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഇത് മാത്രമാണ് ഈ ഗ്രാഫിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഈ ഭാഗത്ത് മൊത്തം ഫോർവേഡ് ബയാസ് ആണ്, താഴോട്ട് മൊത്തം ഇൻക്രീസ് മൊത്തം റിവേഴ്സ് ബയാസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. സോ ഐ എഫ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കറണ്ട്, ഐ ആർ റിവേഴ്സ് കറണ്ട്, വി ആർ റിവേഴ്സ് വോൾട്ടേജ്, വി എഫ് എന്താണ് ത്രെഷോൾഡ് വോൾട്ടേജ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ കൊള്ളാം. ഓക്കെ, ഇനി അടുത്തത് ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ്. എന്താണ് ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിനും റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിനും എല്ലാം ഒരേ ഗ്രാഫ് തന്നെയാണ്. ദെൻ ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് എ ഡയോഡ്. ഡൈനാമിക് റെസിസ്റ്റൻസ് ഡയോഡിന്റെ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് എ ഡയോഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ ഫോർവേഡ് വോൾട്ടേജ് ടു ദാറ്റ് ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ ഫോർവേഡ് കറണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി ബൈ ഐ എൻ ആണ്, അതായത് ഹോംസ് ലോ പ്രകാരം. സോ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ ഫോർവേഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ സ്മോൾ ചേഞ്ച് ഇൻ കറണ്ട്.
ഓക്കെ, അപ്പോൾ അത് കാണാൻ നമുക്ക് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഡൈനാമിക് റെസിസ്റ്റൻസ് കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. സോ ഡൈനാമിക് റെസിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ ആണ്, എഴുതി വെച്ചോ. ഡൈനാമിക് റെസിസ്റ്റൻസ് ഞാൻ RD എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡൈനാമിക് റെസിസ്റ്റൻസ് ചിലപ്പോൾ എൻട്രൻസിനൊക്കെ ചോദിക്കാം. ഡൈനാമിക് റെസിസ്റ്റൻസിന് ഞാൻ RD എന്നാണ് വിളിക്കുന്നത്, സ്മോൾ RD എന്നാണ് വിളിക്കുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ അറിയോ? അത് കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ വി ഓൾ ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ. എന്താണ് ഡെൽറ്റ വി ഓൾ ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ? ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വോൾട്ടേജ്. എന്ത് വോൾട്ടേജ് ആണ്? ഫോർവേഡ് വോൾട്ടേജ് ആണ്. അതേപോലെ ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫോർവേഡ് കറണ്ട് ആണ്. ഓക്കെ, ചേഞ്ച് കൊടുക്കണം. സോ ചേഞ്ച് ഇൻ ഫോർവേഡ് വോൾട്ടേജ്, ദെൻ ചേഞ്ച് ഇൻ എന്താ പറയാ, ഫോർവേഡ് കറണ്ട്. സോ ഇതും കൂടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഞാൻ ഇപ്പോ പറഞ്ഞത് നിങ്ങൾക്ക്. സോ ഡൈനാമിക് റെസിസ്റ്റൻസ്, പിന്നെ പ്രാക്ടിക്കലി ഡൈനാമിക് റെസിസ്റ്റൻസിന്റെ റെസിസ്റ്റൻസ് വളരെ ലോ ആയിരിക്കും, കാരണം ഫോർവേഡ് ബയാസിലാണ്. സോ കറണ്ട് വളരെ കൂടുതലും റെസിസ്റ്റൻസ് വളരെ കുറവും ആണെന്ന് ഞാൻ പണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് കഴിഞ്ഞു. ഇനി നമുക്ക് അത്രേ ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ റിവേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ഡയോഡാണ്. നമ്മൾ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഡയോഡ് ഫോർവേഡ് ബയാസിലാണെങ്കിലാണ് അങ്ങനത്തെ ഗ്രാഫ് വരിക. റിവേഴ്സ് ബയാസിലാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്, അതായത് ഒരു ഡയോഡ്, ഇതിപ്പോ ഡയോഡാണ്, അതിന് ഞാൻ എന്ത് ചെയ്തു, റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്താൽ ആ സമയത്ത് ഉണ്ടാവുന്ന റിവേഴ്സ് കറണ്ടും റിവേഴ്സ് വോൾട്ടേജും അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജും ഉള്ള ഗ്രാഫിനെയാണ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് നമ്മൾ പറയുന്നത്. സോ അതെന്താണ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രാഫ് കണക്ടിങ് വേരിയേഷൻ ഓഫ് റിവേഴ്സ് കറണ്ട് വിത്ത് റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ്. സോ റിവേഴ്സ് കറണ്ടും റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? നമ്മൾ എന്താ പറയാ, പറയുന്ന പേരാണ് റിവേഴ്സ് എന്താ പറയാ, കറണ്ടിനെയും റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് നമ്മൾ ഗ്രാഫ് വരച്ചാൽ അതിന് പറയുന്ന പേരാണ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്. സോ അത് നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്, നേരെ മുകളിൽ തന്നെ നമ്മൾ വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ റിവേഴ്സ് കറണ്ട് ആണ്, റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ആണ്. സോ അത് നേരെ താഴോട്ടാണ് വരുന്നത്. അപ്പൊ ഇനി അതിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. സോ ഓക്കെ, ഫോർ ദ ഡയോഡ് എന്താ പറയാ, ഇൻ റിവേഴ്സ് ബയാസ്, ഒരു ഡയോഡിനെ നമ്മൾ റിവേഴ്സ് ബയാക്സിൽ കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? കറണ്ട് ഈസ് വെരി സ്മോൾ. അത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ആ കിട്ടുന്ന റിവേഴ്സ് കറണ്ട് വളരെ സ്മോൾ ആയിരിക്കും. ആൻഡ് ഓൾമോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, സ്മോളും ആയിരിക്കും, ഏറെക്കുറെ കോൺസ്റ്റന്റ് ആയിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്യൂല. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാം. റിവേഴ്സ് സാച്ചുറേഷൻ എന്നാണ് എഴുതിയിട്ടുള്ളത്, റിവേഴ്സ് സാച്ചുറേഷൻ എന്നാണ്, നിങ്ങളതൊന്ന് മാറ്റണേ. അപ്പൊ എന്നാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നാണ് നമ്മൾ സാധാരണ ഇതിനെ പറയാറ്. ഓക്കെ, അപ്പോൾ ഒരു റിവേഴ്സ് ബയാസിൽ ഒരു ഡയോഡിനെ കണക്ട് ചെയ്താൽ അവിടുത്തെ കറണ്ട് വളരെ സ്മോൾ ആയിരിക്കും, ഏറെക്കുറെ ആ സാധനം കോൺസ്റ്റന്റ് ആയിരിക്കും, ഏറെക്കുറെ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഏറെക്കുറെ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് അതിന് നമുക്ക് എന്ത് വിളിക്കാം? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ബിക്കം ഗ്രേറ്റർ ദാൻ എ പെർട്ടിക്കുലർ വാല്യൂ നോൺ ആസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പൊ നമ്മൾ ഈ ഗ്രാഫിൽ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നുള്ള സാധനം ഇവിടെ കണ്ടില്ല. നമ്മൾ കൊടുത്ത വോൾട്ടേജ്, അതായത് നമ്മൾ കൊടുത്ത അപ്ലൈഡ് വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ആ പെർട്ടിക്കുലർ പോയിന്റിന് പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അങ്ങോട്ട് എത്തുമ്പോൾ ദെൻ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇൻക്രീസസ് ഷാർപ്ലി. അതായത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ലേ, ഇവിടെ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഈ കറണ്ട് വല്ലാതെ ഷാർപ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വല്ലാതെ ഷാർപ്ലി പെട്ടെന്ന് ഡയോഡിലൂടെ ഉള്ള കറണ്ട് അങ്ങോട്ട് കൂടും. ഓക്കെ, ഇൻക്രീസിങ് ആൻഡ് ദ ഡയോഡ് മേ ബി പെർമനന്റ്ലി ബ്രേക്ക് ഡൗൺ, അതായത് ഡയോഡ് അങ്ങോട്ട് കേടുവരും. സോ ഈ ഡയോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. സോ ആ സമയത്ത് ഡയോഡിലെ കറണ്ട് നമ്മൾ മെല്ലെ മെല്ലെ മെല്ലെയാണ് കൂട്ടുക. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. അത് എത്തിക്കഴിഞ്ഞാൽ കറണ്ട് പെട്ടെന്ന് ഷാർപ്ലി അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും, കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതങ്ങോട്ട് ഷാർപ്ലി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ച് അങ്ങോട്ട് ഷാർപ്ലി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം കേടുവരും, പിന്നെ ഡയോഡ് വർക്ക് ചെയ്യൂല. ഓക്കെ, അപ്പൊ അതിലൂടെയുള്ള കറണ്ടും ഇതിൽ കൂടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടേ കൂട്ടാൻ പാടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് സാറിന്റെ ചീത്ത കേൾക്കുമ്പോൾ മനസ്സിലാവും. ഡയോഡ് പൊട്ടും. ഡയോഡ് പൊട്ടും എന്ന് പറഞ്ഞാൽ ഡയോഡിന് എന്ത് ചെയ്യും? പെർമനന്റ് ബ്രേക്ക് ഡൗൺ എങ്ങനെ മനസ്സിലാവും അറിയോ? ഡയോഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഓക്കെ, അതിനിങ്ങനെ പുക വരും, അല്ലെങ്കിൽ ഒരു ചെറിയ സ്മെല്ലൊക്കെ വരും. അത് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം ഈ സാധനം കേട് വന്നു. ഓക്കെ, അപ്പൊ മെല്ലെ മാത്രമേ അപ്ലൈഡ് വോൾട്ടേജ് കൂട്ടാൻ പാടുള്ളൂ. ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? വല്ലാതെ കുറച്ച് വോൾട്ടേജ് തന്നെ കൂട്ടിയാൽ വല്ലാതെ പെർമനന്റ് ആയിട്ട് കറണ്ട് ഇൻക്രീസ് ആവും. മീൻസ് എന്താ പറയാ, പെർമനന്റ് ബ്രേക്ക് ഡൗൺ, അതായത് ഡയോഡ് കേട് വരും. ഓക്കെ, സോ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡും കഴിഞ്ഞു. ഓക്കെ, ഡയോഡുകൾ കുറെ ടൈപ്പ് ഉണ്ട്. അപ്പൊ ഡയോഡിന്റെ ബേസിക് ഫീച്ചേഴ്സ് മൊത്തം ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡയോഡ് ഉണ്ട്. സോ അത് നമ്മൾ സെനർ ഡയോഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, എന്താണ് നമ്മൾ വിളിക്കുന്ന സാധനത്തിന്റെ പേര്? നമ്മൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്താ പറയാ ഡയോഡ് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെനർ ഡയോഡ് എന്നുള്ളത്.
ഓക്കെ, സെനർ ഡയോഡ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം. ഇത് നമ്മൾ വളരെ ടൈം എടുത്തിട്ട് ഇലക്ട്രോണിക്സ് പഠിക്കാൻ പറ്റുള്ളൂ. അത്ര പെട്ടെന്ന് ഓടിച്ചെന്ന് പഠിക്കാൻ പറ്റിയ സാധനമല്ല. കാരണം എന്താ വെച്ചാൽ കുറെ മനസ്സിലാക്കാനുണ്ട്. വെറുതെ കുറെ ഓടിപ്പോയിട്ട് നമ്മൾ തിയറി ഒക്കെ നമുക്ക് വേഗം തീർക്കാം, സംഭവം ശരിയാണ്. പക്ഷെ മനസ്സിലാകാതെ തീർത്തിട്ട് കാര്യമില്ലല്ലോ. നമുക്കറിയാം ഒരു ഡയോഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ. അതേസമയം ഒരു സെനർ ഡയോഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ നോക്കാനുണ്ട്. ഒരു സെനർ ഡയോഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുന്നു. സാധാ പോലെ ഡയോഡ് വരയ്ക്കുക. ഓക്കെ, സാധാ പോലെ ഡയോഡ് വരച്ചിട്ട് ആ ഡയോഡിന്റെ ആ വാല് എന്ത് ചെയ്യുക, ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കൊടുക്കുക. ഓക്കെ, സാധാ ഡയോഡ് എന്താണ് ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരക്കാൻ പാടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല് കുറച്ച് മുകൾക്കും താഴേക്കും ഒന്ന് കൂട്ടി കൊടുക്കുക. സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സെനർ ഡയോഡ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ് ആണ്. ഓക്കെ, സോ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ് ആണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. സോ നോക്കാം, എന്താ സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ നോക്കാം. സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, അതൊരു ഹെവിലി ഡോപ്ഡ്, ഭയങ്കരമായിട്ട് ഡോപ്പ് ചെയ്ത ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് അണ്ടർ റിവേഴ്സ് ബയാസ്. ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് ഫോർവേഡ് ബയാസിലാണ്. റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് തരില്ല, കറണ്ട് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു അവിടെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. കാരണം എല്ലാ ഡയോഡുകളും റിവേഴ്സ്, ഒരു 99% ഡയോഡുകളും റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്താൽ കറണ്ട് തരൂല. പക്ഷെ അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഡയോഡാണ് സെനർ ഡയോഡ്. ആ ചങ്ങായി എന്ത് ചെയ്യും, നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യും. സാധാരണ റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യാറ്. സോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കറണ്ട് കിട്ടും. അതിന്റെ വർക്കിംഗ് ഒക്കെ റിവേഴ്സ് ബയാസിലാണ്. അതേപോലെ അതിന്റെ ഡിപ്ലീഷൻ ലെയർ ഭയങ്കര തിന്നായിരിക്കും. സാധാരണ ഡയോഡിലെ വ്യത്യസ്തമായിട്ട് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ ലെയർ ഒക്കെ വല്ലാതെ വലുപ്പം കൂടും, അതിന്റെ ഹൈറ്റും വിടുത്തും ഒക്കെ ഇൻക്രീസ് ചെയ്യും റിവേഴ്സ് ബയാസിൽ. പക്ഷെ സെനർ ഡയോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിപ്ലീഷൻ ലെയർ ഒക്കെ ഭയങ്കര തിന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫീൽഡ് അറ്റ് ജംഗ്ഷൻ ഈസ് വെരി ഹൈ ഈവൻ ഫോർ എ സ്മോൾ റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് കൊടുത്താൽ തന്നെ അതിന്റെ ഇലക്ട്രിക്കൽ ഫീൽഡ്, ജംഗ്ഷൻ ഇലക്ട്രിക്കൽ ഫീൽഡ് വല്ലാണ്ട് കൂടും, അല്ലെങ്കിൽ ഭയങ്കര ഹൈ ആയിരിക്കും. ഇത്തിരി റിവേഴ്സ് ബയാസ്ഡ് എന്താ പറയാ വോൾട്ടേജ് തന്നെ വല്ലാതെ ഹൈ എന്തായിരിക്കും, ഇലക്ട്രിക്കൽ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് റിവേഴ്സ് എന്താ സെനർ ഡയോഡിനെ പറ്റി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇനി അതിന്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കണം. അതിന് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല. കാരണം എന്താ, അതിന് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല. കാരണം അത് നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിസിലാണ്. ഓക്കെ, സോ നമുക്ക് അതിന് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ എന്താ പറയാ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെനർ ഡയോഡ്. സോ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, എല്ലാം നെഗറ്റീവ് കറണ്ടിലാവും, കാരണം ഉള്ള കറണ്ട് മൊത്തം റിവേഴ്സ് കറണ്ട് ആണ്. ഓക്കെ, സോ എങ്ങനെ വരും എന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ എക്സും വൈ ആക്സിസുകൾ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ദീസ് ആർ അവർ എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എക്സും വൈയും ആക്സിസുകൾ. സോ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. നേരത്തെ നമ്മൾ വരച്ച അതേപോലെ തന്നെ എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓക്കെ ഒരു പോയിന്റ് വരെ ഇങ്ങനെ കൂടിയിട്ട് പിന്നെ അത് നേരെ താഴോട്ട് പോയിരിക്കും. ഓക്കെ, നേരെ താഴോട്ട് പോയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ ഈ ഗ്രാഫിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ ആയിരിക്കും നമ്മളെ റിവേഴ്സ് കറണ്ട് IR വരിക. ഈ ഭാഗത്തായിരിക്കും ഇവിടെ നമ്മളെ റിവേഴ്സ് വോൾട്ടേജ് VR വരിക. ഓക്കെ, VR വരിക. ഓക്കെ, അപ്പൊ അതും കൂടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഈ ഗ്രാഫ് നമുക്ക് ഇൻഫറൻസസ് എന്തൊക്കെയാന്ന് നോക്കാം. അതുകൂടെ പ്രത്യേകം ഞാൻ എഴുതി വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ പ്രത്യേകം നമ്മൾ എഴുതി വിട്ടിട്ടുണ്ട്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ് ആണ്, റിവേഴ്സ് ബയാസിസിനാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതുകൊണ്ട് കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഞാൻ ഈ ഒരു ഗ്രാഫിന്റെ കൺക്ലൂഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫ്രം ദ ഗ്രാഫ്, ഈ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് വെൻ ദ അപ്ലൈഡ് റിവേഴ്സ് ബയാസ് റീച്ചസ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നോൺ ആസ് സെനർ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള പെർട്ടിക്കുലർ നമ്പർ ഓഫ് വോൾട്ടേജ് കണ്ടോ, ഇതിപ്പോ നമ്മൾ വോൾട്ടേജ് ഇങ്ങനെ കൂട്ടുകയാണ്, ഇങ്ങനെ കൂട്ടി ഇത് നല്ലോണം ഇൻക്രീസ് ചെയ്യുന്ന തൊട്ട് മുമ്പത്തെ വോൾട്ടേജ് ഉണ്ട്. ഇതിനാണ് നമ്മൾ സെനർ വോൾട്ടേജ് എന്ന് പറയാം. എന്താണ് സെനർ വോൾട്ടേജ് എന്ന് പറയാം? അതാണ് പറയുന്നത് എന്ത്, അതായത് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ സാധാ പോലെ കൂടുകയാണ്. 1.1, 2, 2.2, ഇപ്പൊ 2.2 എത്തിയ പിന്നെ ഒറ്റയടിക്ക് 4, 5, 6 അങ്ങനെ കൂടും. സോ ആ 2.2 എന്നുള്ള ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് സെനർ വോൾട്ടേജ്. ഓക്കെ, സെനർ വോൾട്ടേജ്. സോ ഈ സെനർ വോൾട്ടേജ് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നും പറയും. എന്താ പറയാ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. So we can see that when the applied breakdown voltage എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. So Zener diode കേസിൽ breakdown voltage നമുക്ക് Zener voltage എന്ന് പറയാം. We can see that when the applied reverse bias reaches the breakdown voltage known as Zener voltage. Okay, അപ്പോൾ അതിനെ നമ്മൾ Zener voltage വിളിക്കും. Then there is a change in reverse current. Okay, അപ്പോൾ എന്ത് ചെയ്യും, reverse current change ചെയ്യും. That is, അപ്പോൾ അതാണ് important, that is after the breakdown voltage a large change in current can be produced without a change in reverse biased voltage. അതാണ് ഇവിടുത്തെ പ്രത്യേകത.
നമ്മൾ ഈ റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ചേഞ്ച് ഒന്നും ചെയ്യണ്ട. ഈ ഒരു ജനറൽ വോൾട്ടേജിന് ശേഷം ഇത് അങ്ങോട്ട് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. കാരണം അതാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഒന്നും പോവാത്തത്. കാരണം എന്താ, വോൾട്ടേജിന് യാതൊരു ചേഞ്ചും ഇല്ലാതെ തന്നെ ഇവിടുത്തെ റിവേഴ്സ് കറണ്ട് വല്ലാണ്ട് കൂടും. അതാണ് ജനറൽ ഡയോഡിന്റെ പ്രത്യേകത. അതായത് ജനറൽ വോൾട്ടേജിന് ശേഷം നമ്മൾ ഒരു ഇൻക്രീസും എന്താ പറയാ നമ്മളെ റിവേഴ്സ് വോൾട്ടേജിന് കൊടുക്കാതെ അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജിന് കൊടുക്കാതെ തന്നെ കറണ്ട് വല്ലാണ്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടില്ലേ? അതാണ് സെന ഡയോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദാറ്റ് ഈസ് ദർ ഈസ് എ ചേഞ്ച് ഇൻ റിവേഴ്സ് കറന്റ് ദാറ്റ് ഈസ് ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എ ലാർജ് ചേഞ്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ചേഞ്ച് ഇൻ റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ്. നമ്മൾ കൊടുക്കുന്ന റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജിന് യാതൊരു ചേഞ്ചും ഇല്ലാതെ തന്നെ എന്താ പറയാ റിവേഴ്സ് കറണ്ട് വല്ലാണ്ട് കൂടും. അതാണ് ഈ സെന ഡയോഡിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് സാധാരണ കറണ്ട് കൂടും. അതാണ് ഹോംസ് ലോ പറയുന്നത്. പക്ഷെ ഇവിടെ വോൾട്ടേജിന് വല്ലാണ്ട് ചേഞ്ച് ഇല്ലാതെ തന്നെ കറണ്ട് വല്ലാണ്ട് കൂടുക. അത് ഹോംസ് ലോനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. So Zener voltage remains constant even though current through Zener diode varies over a wide range. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം. അതായത് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ സെനർ ഡയോഡ് കൂടെ ഉള്ള കറണ്ട് വല്ലാതെ ഇൻക്രീസ് ആവും. സാധാരണ വോൾട്ടേജ് മാറുമ്പോഴേ കറണ്ട് മാറുള്ളൂ. അതേപോലെ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും, വോൾട്ടേജ് കുറയുമ്പോഴേ കറണ്ട് കുറയുള്ളൂ. പക്ഷെ ജനറൽ ഡയോഡിന്റെ കേസിൽ നമ്മൾ വോൾട്ടേജിനെ ഒരു കാര്യം ചെയ്യേണ്ട, വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് ആയി നിൽക്കും. അങ്ങനെ നിന്നിട്ട് തന്നെ കറണ്ട് വല്ലാണ്ട് കൂടും. അത് വല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. അത് ജനറൽ ഡയോഡിന് മാത്രമുള്ള പ്രോപ്പർട്ടിയാണ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടും കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ അതാണ് എന്ത് വോൾട്ടേജ്, ജനറൽ വോൾട്ടേജ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ജനറൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഈവൻ ദോ കറണ്ട് ത്രൂ ജനറൽ ഡയോഡ് വാരീസ് ഓവർ എ വൈഡ് റേഞ്ച്. കറണ്ട് എത്ര കൂടിയാലും, ജനറൽ ഡയോഡിലെ കറണ്ട് എത്ര കൂടിയാലും ജനറൽ വോൾട്ടേജ് കട്ടക്ക് നിൽക്കും. VZ എന്നാണ് ജനറൽ വോൾട്ടേജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതെന്ത് ചെയ്യും, കട്ടക്ക് നിൽക്കും. അത് ഒരു തരത്തിലും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ദിസ് പ്രോപ്പർട്ടി ഓഫ് ജനറൽ ഡയോഡ് ഈസ് യൂസ്ഡ് ഫോർ വോൾട്ടേജ് റെഗുലേഷൻ പർപ്പസ്. നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, വോൾട്ടേജ് നമ്മൾ അഡ്ജസ്റ്റ് ആക്കാനും വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വോൾട്ടേജ് റെഗുലേറ്ററുകളിലൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ചോദിക്കുന്നത്. സോ ഇതൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ബോർഡ് എക്സാമിന് ചോദിക്കും. ജനറൽ ഡയോഡിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് എന്താ പറയാ വോൾട്ടേജ് റെഗുലേഷൻ യൂസ് ചെയ്യാന്നുള്ളത്. സോ അതാണ് ഏത് പ്രോപ്പർട്ടിയാണ്. ജനറൽ ഡയോഡിന്റെ വോൾട്ടേജ് എന്ത് ചെയ്യും, എപ്പോഴും കോൺസ്റ്റന്റ് ആയി നിൽക്കും. എങ്ങനെ, ഈവൻ ദോ അതിന്റെ ഉള്ള കറണ്ട് കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യും, അല്ല കൂടിയാലും എത്ര എങ്ങനെയൊക്കെ കറണ്ടിന് വേരിയേഷൻ വന്നാലും ജനറൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇത് മാത്രം എഴുതി വെച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു മാർക്ക്, ഒരു 1/2 മാർക്കെങ്കിലും ജനറൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കിട്ടും. ഓക്കെ, പക്ഷെ നിങ്ങളത് മൊത്തം എഴുതി വെക്കണം, എന്നാലേ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. ജനറൽ വോൾട്ടേജ് VZ കോൺസ്റ്റന്റ് ആവും. അങ്ങനെ കോൺസ്റ്റന്റ് ആയാലും ശരി അതിലൂടെ കറണ്ട് പോകും. അത് ശരിക്കും ഹോംസ് ലോക്ക് എതിരാണ്. ഹോംസ് ലോ എന്ന് പറയുന്നത് രണ്ടും ഒരേപോലെ വാരി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഹോംസ് ലോ യൂണിവേഴ്സൽ അല്ലാന്ന് പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി ജനറൽ ഡയോഡ് എവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ്. വോൾട്ടേജ് റെഗുലേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുക ജനറൽ ഡയോഡ്. സോ വോൾട്ടേജ് റെഗുലേഷൻ പർപ്പസിനാണ് ജനറൽ ഡയോഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. സോ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ പർപ്പസ് എങ്ങനെ നോക്കാം. So Zener diode as a voltage regulator. ഓക്കെ, അപ്പൊ വോൾട്ടേജ് റെഗുലേറ്ററിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സെനർ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ വോൾട്ടേജ് റെഗുലേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ടു ഗെറ്റ് എ കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് ഫ്രം DC അൺറെഗുലേറ്റഡ് ഔട്ട്പുട്ട് ഓഫ് എ റെക്ടിഫയർ വി ക്യാൻ യൂസ് സെനർ ഡയോഡ്. അതായത് നമ്മുടെ കയ്യിലൊരു DC എന്താ പറയാ, നമുക്ക് DC എന്താ പറയാ റെക്ടിഫയർ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിരുന്ന കുറെ അധികം DC വോൾട്ടേജുകളാണ് കിട്ടുക. സോ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്താ പറയാ ഒരു DC ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ റെക്ടിഫയർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. റെക്ടിഫയറിന് കിട്ടുന്ന DCന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ വരിക. പക്ഷെ ആക്ച്വൽ DC എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫാണ് വരിക. സോ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫ് DC കിട്ടണമെങ്കിൽ, ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിട്ടുള്ള DCക്ക് പകരം അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള DCക്ക് പകരം കോൺസ്റ്റന്റ് ആയ DC കിട്ടണമെങ്കിൽ നമ്മൾ ഒരു സെനർ ഡയോഡ് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ആ സെനർ ഡയോഡ് എന്ത് ചെയ്യും, വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അൺറെഗുലേറ്റഡ് DCനെ നമുക്ക് എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് DC കറണ്ട് ആക്കി നമുക്ക് തരും. സോ അതാണ് ഡയോഡ്, അങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. സോ ദ സർക്യൂട്ട് ഡയഗ്രാം ഈസ് ഷോൺ ബിലോ. സോ സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. സോ അതിന്റെ ഡയോഡിന്റെ ഞാൻ എന്ത് ചെയ്യാണ്, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ എക്സാമിന് അതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പറയും. അല്ലെങ്കിൽ സെനർ ഡയോഡിനെ കുറിച്ച് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് നിങ്ങൾ എഴുതലും മസ്റ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെ വരക്കാം. സോ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വരക്കാൻ പോവാണ്. സോ ഇനി ഇവിടെ എന്തുണ്ടാവും, ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മളെ റെസിസ്റ്റർ. ഓക്കെ, ഇതാണ് നമ്മളെ റെസിസ്റ്റർ. പിന്നെ നേരെ പോവും. പിന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു സെനർ ഡയോഡ് വെക്കും. ഓക്കെ, ഇവിടെ ഒരു സെനർ ഡയോഡ് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കാത്തു സൂക്ഷിക്കും. സോ ഇവിടെ ഒരു സെനർ ഡയോഡ് നമ്മൾ വെക്കും. ഓക്കെ, ഇവിടെ ഒരു സെനർ ഡയോഡ് വെക്കും. പിന്നെ ഇവിടുന്ന് നേരെ എന്ത് ചെയ്യും, നിങ്ങൾ കുറച്ച് സ്ട്രെയിറ്റ് ലൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിക്കൊക്കെ വരയ്ക്കണം, കാരണം എക്സാമിന് വരക്കാനുള്ളതാണ്. സോ ഇവിടുന്ന് നേരെ നമ്മൾ ഇങ്ങനെ വെക്കും.
സോ ഇതാണ് ഇതിന്റെ ഡയഗ്രാം വരിക. സോ ദ ഡയഗ്രാം ഈസ് ഗിവൺ ആസ് ലൈക്ക് ദിസ്. അപ്പൊ ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം, കാരണം ഇങ്ങനെ വെച്ചിട്ട് മാത്രം കാര്യമില്ല. ഓക്കെ സോ സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത്ര ഭംഗിയില്ലാതെ വരച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഇടയിലാണ് നമ്മൾ അൺറെഗുലേറ്റഡ് ഡി സി കൊടുക്കുക. സോ പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവും, കാരണം വോൾട്ടേജ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, അൺറെഗുലേറ്റഡ് ഡി സി കൊടുക്കും. എന്താ കൊടുക്കുക, അൺറെഗുലേറ്റഡ് ഡി സി ആണ് നമ്മൾ കൊടുക്കുക. അൺറെഗുലേറ്റഡ് ഡി സിനെ കോൺസ്റ്റന്റ് ഡി സി ആക്കണം. ഓക്കെ അപ്പോൾ അൺറെഗുലേറ്റഡ് ഡി സി നമ്മൾ എന്ത് ചെയ്യും, റെഗുലേറ്റഡ് ഡി സി എന്ന് പറയാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡി സി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് കറണ്ട് കിട്ടുക, റെഗുലേറ്റഡ് ആയ സാധനം കിട്ടുക. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കൊടുക്കണം, കാരണം വോൾട്ടേജ് ആണ്. പിന്നെ ഈ റെസിസ്റ്റൻസിനെ നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഇത് RL എന്ന് വിളിക്കുക, RL. ഓക്കെ അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ലോഡ് റെസിസ്റ്റൻസ് RL എന്ന് വിളിക്കും. പിന്നെ ഇതിലൂടെ പോകുന്ന കറണ്ട്, ജനർ കൂടെ പോകുന്ന കറണ്ട് ആണ് ഐസെറ്റ്. ഐസെറ്റ് എന്ന് പറഞ്ഞാൽ ജനർ കറണ്ട് ആണ്. പിന്നെ ഈ ലോഡ്ക്ക് പോകുന്ന കറണ്ട് ആണ് IL, ലോഡ് കറണ്ട്. ദെൻ ഇവിടെ ഈ റെസിസ്റ്റൻസിന്റെ പേരാണ് RS, സീരീസ് റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെയാണ് നമ്മള് സാധാ കറണ്ട് പോവുക. ഓക്കെ I എന്നുള്ള കറണ്ട് ഇങ്ങനെയാണ് പോവുക. സോ ഇതാണ് അതിന്റെ ഡീറ്റെയിൽഡ് ഡയഗ്രാം. സോ I വരും, ഇതാണ് സീരീസ് റെസിസ്റ്റൻസ് RS, ഇത് ഐസെറ്റ് കൂടെ പോകുന്ന കറണ്ട്, ഇതാണ് ജനർ ഡയോഡ്, ഇത് ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ ഇത് സീരീസ് റെസിസ്റ്റൻസ്. ഓക്കെ സോ ഇത് വരക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ എന്ത് നോക്കാം, ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ ഇതിന്റെ വർക്കിംഗ് എങ്ങനെ വരുന്നത് നോക്കാം. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഓക്കെ അപ്പോൾ ഇതിന്റെ വർക്ക് ഉണ്ടോ, ഇത് എത്രത്തോളം ഉണ്ട് ഇതിന്റെ വർക്കിംഗ്, കുറച്ച് കൂടുതലാണ്. ഓക്കെ അത് അറിയാം നിങ്ങൾക്ക്, അത് കുറച്ച് കൂടുതലാണ് എന്നുള്ളത്. ജനർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ അൺറെഗുലേറ്റഡ് ഡി സി വോൾട്ടേജ്. ഓക്കെ അൺറെഗുലേറ്റഡ് ഡി സി വോൾട്ടേജ് അവിടെ ഡയഗ്രത്തിൽ അൺറെഗുലേറ്റഡ് ഡി സി വോൾട്ടേജ് ആണിത്. സോ അപ്പൊ അൺറെഗുലേറ്റഡ് ഡി സി വോൾട്ടേജ് നമുക്ക് റെഗുലേറ്റഡ് ഡി സി വോൾട്ടേജ് ആക്കണം. സോ അൺറെഗുലേറ്റഡ് എന്താ പറയാ, ഡി സി വോൾട്ടേജ് എന്താ പറയാ, ഈസ് കണക്റ്റഡ് ടു ജനർ ഡയോഡ് ത്രൂ എ സീരീസ് റെസിസ്റ്റൻസ് RS such that ജനർ ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയസ്. ഓക്കെ സോ ഈ അൺറെഗുലേറ്റഡ് ഡി സി ഔട്ട്പുട്ടിനെ നേരെ നമ്മൾ സീരീസ് റെസിസ്റ്റൻസ് വഴി ഈ ഒരു ജനർ ഡയോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ജനർ ഡയോഡ് ഇങ്ങനെ വെക്കാൻ കാരണം ജനർ ഡയോഡ് എപ്പോഴും എങ്ങനെ വർക്ക് ചെയ്യുക, റിവേഴ്സ് ബയാസിസിനാണ് വർക്ക് ചെയ്യുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ വെക്കാനുള്ള കാരണം. ജനർ ഡയോഡ് ആയാലും ശരി, പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആയിരിക്കും. ഇത് പോസിറ്റീവ്, ഈ ഭാഗം നെഗറ്റീവ്. അപ്പോൾ റിവേഴ്സ് ബയാസിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ അൺറെഗുലേറ്റഡ് ഔട്ട്പുട്ട് ഒരു സീരീസ് റെസിസ്റ്റൻസ് വഴിയാണ് റിവേഴ്സ് ബയാസിസിൽ എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മളെ ജനർ ഡയോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി if the input voltage increases, current through RS and Zener diode also increases. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അണ്ടർഗ്രേറ്റഡ് ഡി സി അതായത് ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഇങ്ങനെ കൂട്ടുകയാണ്. സോ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടുമ്പോൾ ഈ ജനർ കൂടുള്ള കറണ്ടും അതേപോലെ IS-ലൂടെയുള്ള കറണ്ട്, സീരീസ് റെസിസ്റ്റൻസിലുള്ള കറണ്ട് Iയും ജനർ കൂടുള്ള കറണ്ടും ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. സോ കറണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. This increase in voltage drop across RS without any change in voltage across Zener diode. ഓക്കെ അപ്പോ എന്താ സംഭവിക്കുക, ഇങ്ങനെ കറണ്ട് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, സീരീസ് റെസിസ്റ്റൻസിന്റെ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കും, വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകും. അങ്ങനെ അത് ഉറപ്പാണ്, കാരണം V = IR പ്രകാരം കറണ്ട് പോകുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. സോ സീരീസ് റെസിസ്റ്റൻസിൽ വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കും, പക്ഷെ ജനർ ഡയോഡിൽ വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കില്ല. കാരണം അവിടുത്തെ ജനർ വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആയിരിക്കും. കണ്ടല്ലേ? ഓക്കെ ദിസ് ഈസ് ഇൻ ദ ബ്രേക്ക് ഡൗൺ റീജിയൻ. ജനറൽ വോൾട്ടേജ് എന്താ പറയുക, റിമെയിൻസ് കോൺസ്റ്റന്റ് ഈവൻ ദോ ദ കറണ്ട് ത്രൂ ജനർ ഡയോഡ് ചേഞ്ചസ്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇങ്ങനെ കറണ്ട് കൂടുന്നതനുസരിച്ച് ചെയ്യുമ്പോഴും കറണ്ട് ഐസെറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് നല്ലോണം സംഭവിക്കുന്നുണ്ടാവും, കാരണം കറണ്ട് കൂടുന്നതിനനുസരിച്ച്. പക്ഷേ ജനർ ഡയോഡിലെ വോൾട്ടേജ് ഡ്രോപ്പ് കോൺസ്റ്റന്റ് ആയി നിൽക്കും, മീൻസ് ജനറൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി നിൽക്കും. അതാണ് നേരത്തെ പറഞ്ഞ കാര്യം. ഓക്കെ അതാണ് പറഞ്ഞത് എന്ത്, thus any increase or decrease in input voltage result in increase or decrease in voltage across RS. അപ്പൊ RS-ലൂടെ ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്യാൻ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടുന്നതിനോ കുറക്കുന്നതിനോ അനുസരിച്ചിട്ട് RS സീരീസ് റെസിസ്റ്റൻസിലൂടെ ഉള്ള എന്താ പറയുക, കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് കൂടാം കുറയാം, വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ വോൾട്ടേജ് ഓഫ് അക്രോസ് Zener diode. Thus Zener diode acts as a voltage regulator. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഇവിടുത്തെ എന്താ പറയാ, ഇവിടുത്തെ ഈ അൺറെഗുലേറ്റഡ് ഡി സി എന്ത് ചെയ്തു, ഇവിടുത്തെ വോൾട്ടേജ് കുറച്ചാൽ RS-ലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. അതേപോലെ ഇവിടുത്തെ കറണ്ട് വോൾട്ടേജ് കൂട്ടിയാൽ RS-ലൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. പക്ഷെ അതേസമയം ഇവിടുത്തെ അപ്ലൈഡ് വോൾട്ടേജ് കൂട്ടിയാലും ശരി കുറച്ചാലും ശരി, ഇവിടെ ജനർ ഡയോഡിന്റെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അത് കൂടും ചെയ്യൂല കുറയും ചെയ്യൂല. പക്ഷെ അവിടുത്തെ സെനർ കറണ്ട് ഐസെറ്റ് എന്നുള്ള സെനർ കറണ്ട് എന്ത് ചെയ്യും, അത് കൂടാൻ കുറയാം, അപ്ലൈഡ് വോൾട്ടേജിനനുസരിച്ചിട്ട് കൂടാൻ കുറയാം. അതായത് നമുക്ക് ജനർ വോൾട്ടേജ് VZ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയി കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ആ കറണ്ട് ലോഡ് റെസിസ്റ്റൻസ് ഇവിടെ പോയി നമുക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള DC ഔട്ട്പുട്ട് തരും. ഓക്കെ
സോ ഇതാണ് സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. സോ ഇതോടുകൂടെ നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു 45% കഴിഞ്ഞു. ഓക്കെ, ആലോചിച്ച് നോക്കും, 45% ഇതോടുകൂടെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് എത്ര, ഒരു 55% കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്, കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ലോജിക് ഗേറ്റ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ലോജിക് ഗേറ്റും. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ഇനി ഈ ഡയോഡിന്റെ ജനറൽ ഡയോഡ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കായ എന്താണ്, ട്രാൻസിസ്റ്റർ ആണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ടാവുക. ഓക്കെ, ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ ആണ് പഠിക്കാനുണ്ടാവുക. ഏതാ പഠിക്കാനുള്ളത്, ട്രാൻസിസ്റ്റർ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ട്രാൻസിസ്റ്റർ അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്, 2 ക്ലാസ് കൊണ്ടേ തീരുള്ളൂ ട്രാൻസിസ്റ്റർ. സോ അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എടുക്കാം, കാരണം ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പോവാണ്. കാരണം എനിക്ക് ഇനി എക്സാം കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് ദിവസം അവൈലബിൾ ആവില്ല. സോ ഞാൻ നിങ്ങൾക്ക് ഈസി ടോപ്പിക് എടുത്തിട്ട് പോവാം. അപ്പൊ ഞാൻ വരുന്ന സമയം കൊണ്ട് എല്ലാ വീഡിയോസും കാണും. ഓക്കെ, അല്ലെങ്കിൽ ഇനി ചാപ്റ്റർ അല്ലാതെ പെൻഡിങ് വരാന്നുണ്ടെങ്കിൽ സാർ എടുക്കും, മറ്റേ സാർ എടുക്കും, പ്രാക്ടീസ് എടുക്കുന്ന സാർ എടുക്കും. ഓക്കെ, സോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് 2 ടൈപ്പ് ഉണ്ട്, അനലോഗ് ഇലക്ട്രോണിക്സും അതേപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും. നമ്മളിപ്പോൾ പഠിച്ച ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇനി പഠിക്കാൻ പോകുന്ന ട്രാൻസിസ്റ്റർ ഒക്കെ അനലോഗ് ഇലക്ട്രോണിക്സിൽ പെടുന്നതാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വളരെ സിമ്പിൾ ആണ്, കുറച്ചുള്ളൂ. ഓക്കെ, അത് ഇന്നലെ തീർക്കാം നമുക്ക്. സോ ടൈം ഈസ് 26 മിനിറ്റ്. അപ്പൊ എന്താണ് ഡിജിറ്റൽ സർക്യൂട്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സർക്യൂട്ടാണ് ലോജിക് ഗേറ്റുകൾ. അതായത് ലോജിക് ഓപ്പറേഷൻസ്, അതായത് ഇപ്പൊ നമുക്ക് പ്ലസ് അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെ ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഗേറ്റുകളെ നമ്മളാണ് ലോജിക്, അല്ലെങ്കിൽ സർക്യൂട്ടുകളെ വിളിക്കുന്ന പേരാണ് ലോജിക് സർക്യൂട്ട്. ഓക്കെ, ദ ബേസിക് ഡിജിറ്റാക്ക് എന്നല്ല, ഡിജിറ്റൽ ആണ് കേട്ടോ. ദ ബേസിക് ഡിജിറ്റൽ സർക്യൂട്ട് ദാറ്റ് പ്രോസസ് ഓൺ ദ ഡിജിറ്റൽ സിഗ്നൽ. സോ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ സർക്യൂട്ട് ആണ്. അത് ഡിജിറ്റൽ സിഗ്നലുകളെ പ്രോസസ് ചെയ്യുന്ന ബേസിക് സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലോജിക് ഗേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, എ ഡിജിറ്റൽ സിഗ്നൽ ഹാവിംഗ് ഓൺലി ഡിസ്ക്രീറ്റ് വാല്യൂ. നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ സിഗ്നലിന് ആകെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉള്ളൂ. മീൻസ് എന്താ പറയുക, മത്തി വെച്ച പോലെ കുറെ വാല്യൂസ് ഉണ്ടാവില്ല. അതിനൊന്നെങ്കിൽ എയ്തർ എ ഹൈ വോൾട്ടേജ് +5 വോൾട്ടേജ്, ഒന്നെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് വാല്യൂ ആയ +5 വോൾട്ടേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് വാല്യൂ ആയ 0 വോൾട്ടേജ് ഉണ്ടാവും. ഇതല്ലാതെ 2 വാല്യൂസ് മാത്രം, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ ലോജിക് ഗേറ്റിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തത് ഡിജിറ്റൽ സിഗ്നൽ ക്യാൻ ബി റെപ്രസെന്റഡ് യൂസിങ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആകെ 2 നമ്പറേ ഉണ്ടാവുള്ളൂ. ഒരു ഡിജിറ്റൽ സിഗ്നലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നമ്പർ വഴിയാണ് റെപ്രസെന്റ് ചെയ്യാം. അതിനാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയാം. ആകെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെ 2 നമ്പറേ ഉള്ളൂ, 0, 1. ഓക്കെ, 0, 1 ഈ 2 നമ്പർ മാത്രമേ അതിലുള്ളൂ. ഓക്കെ, വേറൊരു നമ്പറും അതിലില്ല, 0, 1. അപ്പൊ ഈ 2 നമ്പർ മാത്രം ഡിജിറ്റൽ സിഗ്നലുകളെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, 0, 1. അതാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഈ 2 നമ്പറുകളെയും നമ്മൾ പറയുന്ന പേരാണ് ബൈനറി എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ബൈനറി നമ്പർ സിസ്റ്റം വഴിയാണ് ഇവരെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഒരു ലോജിക് ഗേറ്റിന്. എ ലോജിക് ഗേറ്റ് ഹാവ് 1 or more ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട് ആൻഡ് ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ലോജിക് ഗേറ്റുകൾ എന്ന് പറഞ്ഞ സർക്യൂട്ടുകൾ കുറെ ഉണ്ട്. ഈ ലോജിക് ഗേറ്റിന് ഒന്നോ അതിലധികമോ ഇൻപുട്ട് ഉണ്ടാവും, 1 or more ഇൻപുട്ട് ഉണ്ടാവും. പക്ഷെ ഏത് ലോജിക് ഗേറ്റ് എടുത്താലും അതിനൊരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചില ഗേറ്റിൽ ചിലപ്പോൾ 10ഓ 15ഓ ഇൻപുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു ഒറ്റ ഔട്ട്പുട്ട് മാത്രമേ കിട്ടുള്ളൂ. മാത്രമല്ല ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊക്കെ റിലേഷൻ ഉണ്ട്. എങ്ങനെ റിലേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊക്കെ എന്തുണ്ട്, റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊക്കെ നമുക്ക് റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഈച്ച് ലോജിക് ഗേറ്റ്, അവിടെ അടുത്ത പോയിന്റ്, ഈച്ച് ലോജിക് ഗേറ്റ് ഹാവിംഗ് ഇറ്റ്സ് ഓൺ സർക്യൂട്ട് സിമ്പിൾ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് റെപ്രസെന്റഡ് ഇൻ എ ടേബിൾ നോൺ ആസ് ട്രൂത്ത് ടേബിൾ. സോ നമുക്ക് മൊത്തം 5 ലോജിക് സർക്യൂട്ടാണ് പഠിക്കാനുള്ളത്. അതിനൊക്കെ സെപ്പറേറ്റ് എന്തുണ്ട്, സിമ്പിളുകളും സർക്യൂട്ടുകളും ഉണ്ട്. സിമ്പിൾ ആണ്. അതേപോലെ തന്നെ അതിനൊക്കെ അതിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻ ഓഫ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വാല്യൂ. അതായത് ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കുന്ന ഇൻപുട്ട് എന്നൊരു കോളം വരയ്ക്കും, പിന്നെ ഔട്ട്പുട്ട് എന്നുള്ളൊരു കോളം വരയ്ക്കും. എന്നിട്ട് ഇവിടെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താ ഔട്ട്പുട്ട് കിട്ടുക, ഇവിടെ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ എന്താ ഇൻപുട്ട് കിട്ടുക. അങ്ങനെ ഉള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ട്രൂത്ത് ടേബിൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, there are 3 basic gate and 2 universal gate. അപ്പോൾ ലോജിക് ഗേറ്റ് 5 ഉണ്ട്. അതിന് 3 ബേസിക് ഗേറ്റ് ആണ്, 2 യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. ഓക്കെ, ബേസിക് ഗേറ്റ് എന്താന്ന് പറഞ്ഞുതരാം, അതിൽ നിന്നാണ് യൂണിവേഴ്സൽ ഗേറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ബേസിക് ഗേറ്റുകൾ കൂട്ടി വെച്ചിട്ടാണ് യൂണിവേഴ്സൽ ഗേറ്റുകൾ ഉണ്ടാക്കുന്നത്. യൂണിവേഴ്സൽ ഗേറ്റുകൾ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ബേസിക് ഗേറ്റുകളെ പോലെയല്ല.
സോ ലോജിക് ഗേറ്റ് 5 ടൈപ്പ് ആണുള്ളത്, 5 ഗേറ്റ് ആണുള്ളത്. ഏതൊക്കെ? 3 ബേസിക് ഗേറ്റ് ഉണ്ട്, 2 യൂണിവേഴ്സൽ ഗേറ്റ്. ലോജിക് ഗേറ്റ് എന്താ? ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി, ഇലക്ട്രോണിക്സിന് ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗേറ്റുകളെയാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുക. അത് 5 ഉണ്ട്. ഏതൊക്കെ? 3 ബേസിക് ഗേറ്റ് ഉണ്ട്, 2 യൂണിവേഴ്സൽ ഗേറ്റ് ഉണ്ട്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പം ബേസിക് ഗേറ്റ് എന്ന് പഠിക്കാം. നമുക്ക് ബേസിക് ഗേറ്റുകൾ എടുക്കണം. ഒന്നാമത്തെ ബേസിക് ഗേറ്റിന്റെ പേരാണ് നോട്ട് ഗേറ്റ്. എന്താ അതിന്റെ പേര്? നോട്ട് ഗേറ്റ്. ഓക്കെ, പ്രത്യേകം നോക്കുക. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എന്ന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്, NOT. നോട്ട് ഗേറ്റ് ആണ് ഒന്നാമത്തെ ബേസിക് ഗേറ്റ്. ഓക്കെ, നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നോട്ട് ഗേറ്റിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഔട്ട്പുട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇൻപുട്ട്. അപ്പൊ ഇൻപുട്ടിൽ എന്താണോ അതിന്റെ നേരെ ഇൻവേഴ്സ് ആണ് ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യം 2 പോയിന്റ് നോക്കി. ഇതിന്റെ സർക്യൂട്ട് സിമ്പിൾ വരക്കണം. ഇതിന്റെ സർക്യൂട്ട് സിമ്പിൾ ഇങ്ങനെയാ വരിക. വളരെ സിമ്പിൾ ആട്ടോ, സിമ്പിൾ ആണ്. സോ സർക്യൂട്ട് സിമ്പിൾ ഓഫ് നോട്ട് ഗേറ്റ് ഇങ്ങനെ വരിക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു എന്താ പറയാ നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ വരിക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വരയ്ക്കുക. ഡയോഡ് അല്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ മുത്ത് കൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇവിടെ എ എന്ന് കണ്ടില്ലേ? എ ആണ് ഇതിന്റെ ഇൻപുട്ട്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന കണക്ഷനൊക്കെ എയറാണ്. ഇൻപുട്ടിലാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുക. പിന്നെ ഇവിടെ കണ്ടില്ലേ വൈ? ഈ വൈ ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. വൈ ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് നമ്മൾ നമ്പേഴ്സ് ആക്കിയിട്ടാണ് കൊടുക്കുക. ആകെ 2 നമ്പറേ നമ്മൾ കൊടുക്കുള്ളൂ, 0, 1. ഇത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. കാരണം നമ്മൾ ബൈനറി സിസ്റ്റം ആണ് എന്താ പറയുക ഫോളോ ചെയ്യുന്നത്. സോ ആകെ എത്ര നമ്പർ കൊടുക്കുക? ഒന്നെങ്കിൽ 0, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 0. ഇനി ഇതിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എ ബാർ ആയിരിക്കും. ഓക്കെ, y ഈസ് ഈക്വൽ ടു എ ബാർ. എ ബാർ എന്ന് പറഞ്ഞാൽ അത് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ ആകെ ഇതിൽ 2 നമ്പർ എടുക്കുന്നുള്ളൂ. ഒന്ന് 0 ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്, അതേപോലെ 1 ബാർ എന്ന് പറഞ്ഞാൽ 0 ആണ്. എന്നിങ്ങനെ 0 ബാർ എന്ന് പറഞ്ഞാൽ 0ന്റെ കോൺജുഗേറ്റ് ആണ്, അത് 1 ആണ്. 1 ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാണ്? y നമ്മൾ എ എന്ന് പറഞ്ഞ ഇൻപുട്ട് എന്താ പറയുക ഇവിടെ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയായിരിക്കും? എ ബാർ ആയിരിക്കും. y ഈസ് ഈക്വൽ ടു എ ബാർ ആയിരിക്കും. സോ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരക്കാം. ഓക്കെ, ട്രൂത്ത് ടേബിൾ വരക്കാം. ആകെ 2 നമ്പറേ കൊടുക്കാൻ പറ്റുള്ളൂ, 0, 1. രണ്ടും ഒപ്പം കൊടുക്കാൻ പാടില്ല. ആദ്യം ഒന്നെങ്കിൽ 0 കൊടുക്കുക, പിന്നെ 1 കൊടുക്കുക. 0 ബാർ എത്ര? 1. 1 ബാർ എത്ര? 0. ഓക്കെ, നമുക്ക് ട്രൂത്ത് ടേബിൾ വരക്കാൻ പോവാം. അപ്പൊ ട്രൂത്ത് ടേബിൾ വരക്കണം. ട്രൂത്ത് ടേബിൾ എങ്ങനെ വരക്കേണ്ടത് പറഞ്ഞുതരാം. ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക, ട്രൂത്ത് ടേബിൾ. എന്നിട്ട് ഒരു പെട്ടിക്കോളം വരക്കുക കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹെഡിങ് കൊടുക്കുക, ട്രൂത്ത് ടേബിൾ. ഇത് നോട്ടിന്റെ മാത്രം ട്രൂത്ത് ടേബിൾ ആണ്. ഓക്കെ, നോട്ടിന്റെ മാത്രം ട്രൂത്ത് ടേബിൾ ആണ് ഇത്. നോട്ടിന്റെ മാത്രം ട്രൂത്ത് ടേബിൾ ആണ്. ഓക്കെ, സോ ആദ്യം 2 കോളാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2 കോളാക്കുക. ഓക്കെ, 2 കോളത്തിൽ 2 കോളാക്കുക. എന്നിട്ട് 2 കോളത്തിൽ ഒരു കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻപുട്ട് എന്ന് കൊടുക്കുക. ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോളത്തിൽ ഇൻപുട്ട് എന്ന് കൊടുക്കുക. ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എ ആണ്. സോ ഒന്നാമത്തെ കോളത്തിൽ ഇൻപുട്ട് എ ആണ്. രണ്ടാമത്തെ കോളത്തിൽ ഔട്ട്പുട്ട് എന്ന് കൊടുക്കുക. ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എ ബാർ ആണ്, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു എ ബാർ എന്ന് കൊടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആകെ 2 നമ്പറേ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. 2 നമ്പറേ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ 0 എന്നുള്ള നമ്പർ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം 0 കൊടുക്കുക. സോ 0 കൊടുത്താൽ നമുക്ക് y ഈസ് ഈക്വൽ ടു എ ബാർ ആണ് ഔട്ട്പുട്ട്. സോ y എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ y ഈസ് ഈക്വൽ ടു എ ബാർ ആണ്. അപ്പൊ y ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 ബാർ ആണ്. 0 ബാർ എത്ര? 0 ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇവിടെ 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ 0 കൊടുത്തു. ഒരേ സമയം ഒരു ഇൻപുട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് അടുത്തത് 2 നമ്പറേ കൊടുക്കാൻ പാടുള്ളൂ. 0 കഴിഞ്ഞിട്ട് ഇനി നമുക്ക് 1 കൊടുക്കാനുള്ളത്. നമുക്ക് ഇനി അടുത്ത് 1 കൊടുക്കാം. എക്ക് ഇവിടെ 1 കൊടുത്താലോ? ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എ ബാർ ആണ്. സോ ഇവിടെ എന്ത് ചെയ്തു? എ 1 എന്ന് കിട്ടി അല്ലെ? നമുക്ക് y ആണ് കിട്ടേണ്ടത്. y ഈസ് ഈക്വൽ ടു എ ബാർ. അപ്പൊ എ ബാർ പറഞ്ഞാൽ 1 ബാർ. സോ 1 ബാർ എത്ര? 0 ആണ്. നമുക്ക് എ എത്ര ഇവിടെ കൊടുത്തത്? 1. സോ 1 കൊടുത്താൽ നമുക്ക് 0 കിട്ടും. ഓക്കെ, ശരിക്കും 1 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സ്വിച്ച് ഓൺ ആക്കണീനാണ് നമ്മൾ 1 എന്ന് പറയാം. നമ്മൾ സ്വിച്ച് ഓൺ ആക്കണീനാണ് 1 എന്ന് പറയാം. 0 എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. ഓക്കെ, അങ്ങനെയും നമ്മൾ പറയും. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. കണ്ടില്ലേ? നോട്ട് ഗേറ്റ് ഹാവിംഗ് ഓൺലി 1 ഇൻപുട്ട്. കണ്ടോ, നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. 2 ഇൻപുട്ട് ആണെങ്കിൽ ഒരു വള്ളി കൂടെ അങ്ങോട്ട് വരും. പക്ഷെ ഇവിടെ ആകെ ഒരു ഇൻപുട്ട് ഉള്ളൂ, ഒരു ഔട്ട്പുട്ട് ഉള്ളൂ. കാരണം എന്താ? 0 കൊടുത്തപ്പോൾ 1 കിട്ടി, 1 കൊടുത്തപ്പോൾ 0 കിട്ടി. പിന്നെ അതേപോലെ ഔട്ട്പുട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ ഇൻവേഴ്സ് ആണ്. കാരണം ഔട്ട്പുട്ട് 1 കിട്ടി, 1ന്റെ ഇൻവേഴ്സ് ആണ് 0. അതേപോലെ ഔട്ട്പുട്ട് 0 കിട്ടി, 0ന്റെ ഇൻവേഴ്സ് ആണ് 1. അതായത് ഔട്ട്പുട്ടിന്റെ നേരെ ഇൻവേഴ്സ് ആണ് ഇൻപുട്ട് വരിക. ഇൻപുട്ടിന്റെ ഇൻവേഴ്സ് ആണ് ഔട്ട്പുട്ട്. അതാണ് പറഞ്ഞതിന് അർത്ഥം.
ഓക്കെ, സോ സിമ്പിൾ അല്ലേ? ഇതാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം, ഇതിന്റെ ട്രൂത്ത് ടേബിളും ഒക്കെ നമ്മൾ വരയ്ക്കണം. ഓക്കെ, നോട്ട് ഗേറ്റിന് ആകെ ഒറ്റ ഇൻപുട്ടും ഒറ്റ ഔട്ട്പുട്ടും ഉള്ളൂ. ഇതൊരു ബേസിക് ഗേറ്റ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ, 0 എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ്. അങ്ങനെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഓക്കെ, ബൈനറി സിസ്റ്റം ആയതുകൊണ്ടാണ് 0 1 എന്നുള്ള നമ്പർ മാത്രം നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് അടുത്ത ഗേറ്റ് പഠിക്കാണ്ട്. അടുത്ത ഗേറ്റ്, ഒന്നാമത്തെ ഗേറ്റ് ഈസ് ഓവർ. നമുക്ക് രണ്ടാമത്തെ ഗേറ്റ് ആണ് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ്. ഓക്കെ, അപ്പൊ എന്താ ഓർ ഗേറ്റ് എന്ന് നോക്കാം. ഓർ ഗേറ്റ്, ഈ 3 ഗേറ്റ് നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പിന്നെയുള്ള ഗേറ്റ് ഒക്കെ നിങ്ങൾക്ക് എന്താ പറയാ സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഗേറ്റ് ആണ് ഓർ ഗേറ്റ്. ഓക്കെ, അപ്പോ ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റ് ഹാവിംഗ് 1 or more ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. നമ്മൾ പഠിച്ച നോട്ട് ഗേറ്റിന് ഒരു ഇൻപുട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം ഇൻപുട്ടുകൾ ഉണ്ടാവാം ഓർ ഗേറ്റിന്, പക്ഷെ ഒറ്റ ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഔട്ട്പുട്ട് വിൽ ബി ഹൈ ഇഫ് എനി ഓഫ് ദി ഇൻപുട്ട് ഓർ ഓൾ ഇൻപുട്ട് ആർ ഹൈ. അതെന്താ പിന്നെ പറഞ്ഞത്. അപ്പൊ ആദ്യം നമുക്ക് ഇനി സർക്യൂട്ട് സിമ്പൽ വരയ്ക്കണം. ഓക്കെ, അപ്പൊ ആദ്യം സർക്യൂട്ട് സിമ്പൽ വരയ്ക്കണം. എപ്പോഴും സർക്യൂട്ട് സിമ്പൽ ആദ്യം വരയ്ക്കാം, പിന്നെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. അതിന്റെ ഇടയിൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതും. ഓക്കെ, സോ ഇതിനെ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ഇതിന്റെ സർക്യൂട്ട് സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതാണ് ഇതിന്റെ എന്ത് വരിക, y = a + b. ഓക്കെ, y = a + b. ഇവിടെ എന്ത് കൊടുക്കും, 2 ഇൻപുട്ടാണ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന ഇതാണ് നമ്മൾ ഓർ ഗേറ്റിന്റെ സിമ്പല്. ഈ ഭാഗത്താണ് ഇൻപുട്ട്. സോ ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ 2 ഇൻപുട്ട്. ഇവിടെ ഒന്നാമത്തെ ഇൻപുട്ട് a ആണ്, രണ്ടാമത്തെ ഇൻപുട്ട് b ആണ്. പിന്നെ ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. സോ ഇവിടുത്തെ ഔട്ട്പുട്ടിന്റെ വാല്യൂ, നേരത്തെ നമ്മൾ നോട്ടിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു, y = a ബാർ ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ ഔട്ട്പുട്ട് എത്രയോ അറിയോ? ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ y = a + b ആണ്. y = a + b ആണ്. ഓക്കെ, ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, a പ്ലസ് എന്നല്ല നമ്മൾ പറയാം. നമ്മൾ പ്ലസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ എന്നാണ്. പക്ഷെ ഇവിടെ ഇലക്ട്രോണിക്സിൽ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഓർ എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന് a + b എന്ന് വായിക്കരുത്, a or b എന്നാ വായിക്കണം. എന്താ വായിക്കേണ്ടത്, a or b. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് y = a + b എന്ന് വായിക്കരുത്, a or b എന്ന് വായിക്കാം. ഇനി എങ്ങനെ പ്ലസ് ഓർ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് 0 + 0 or 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. നിങ്ങൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ 0 or 1 എന്ന് പറഞ്ഞാൽ അത് 1 ആയിരിക്കും. 1 എന്താ പറയാ or 0 എന്ന് പറഞ്ഞാൽ അതും 1 ആയിരിക്കും. അടുത്തത് 1 + 1. 1 പ്ലസ് എന്ന് പറയരുത് കേട്ടോ, 1 or 1. നമ്മൾ 1 + 1 എത്ര 2 ആണ്. പക്ഷെ ഇവിടെ 1 + 1 2 അല്ല. കാരണം ബൈനറി സിസ്റ്റത്തിൽ ആകെ 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. ഇവിടെ 2 3 4 നമ്പർ ഒന്നും വരാൻ പാടില്ല. സോ 1 + 1 എന്തായിരിക്കും, വീണ്ടും 1 ആയിരിക്കും. ഓക്കെ, സോ സാധാ അഡീഷൻ അല്ല ഇവിടെ. ഓക്കെ, സാധാ അഡീഷൻ അല്ല ഇവിടെ. എന്താണ് ഇത്, നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ അഡീഷൻ ആണ്. ഈ ഒരു അഡീഷനെ അല്ലെങ്കിൽ ഈ ഒരു റൂളിനെ നമ്മൾ ബൂളിയൻ ആൽജിബ്ര എന്നാ വിളിക്കുക. ബൂളിയൻ ആൽജിബ്ര എന്നാ വിളിക്കുക. ഓക്കെ, ബൂളിയൻ ആൽജിബ്ര അതിലെ റൂളാണ്. നേരത്തെ നമ്മൾ 1 ബാർ = 0 എന്ന് പഠിച്ചില്ലേ, അതുപോലെ 0 ബാർ = 1 എന്ന് പഠിച്ചു. അതൊക്കെ അതിന്റെ റൂളാണ്. ഓക്കെ, അതൊക്കെ അതിന്റെ റൂളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. സോ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ട്രൂത്ത് ടേബിൾ വളരെ എളുപ്പമാണ്. ഇവിടെ ഓരോ നമ്പേഴ്സിനെ കൊടുക്കുക. 0ഉം 1 കൊടുക്കാൻ പാടുള്ളൂ. 0ഉം 1ഉം മാറ്റി ഇങ്ങനെ കൊടുക്കുക. സോ നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പോവാം. ഇതൊക്കെ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. സോ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. സോ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ഇതിന് ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്ന ടേബിൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സോ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. സോ ട്രൂത്ത് ടേബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെ 2 കോളം വരയ്ക്കണം. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ എത്ര ഇൻപുട്ട് ഉണ്ട്, 2 ഇൻപുട്ട് ഉണ്ട്. അതേപോലെ എത്ര ഔട്ട്പുട്ട് ഉണ്ട്, 3 ഒറ്റ ഔട്ട്പുട്ട് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 2 കോളം വരയ്ക്കുകയാണ്. കാരണം ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 കോളം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 2 കോളം ഉണ്ട്. ഓക്കെ, എയും ബിയും സിയും ഡിയും ഉണ്ടല്ലോ. അപ്പൊ 1. ഓക്കെ, നിങ്ങൾ വരയ്ക്കണേ. അതേപോലെ 2. ഓക്കെ, അതേപോലെ 3 4. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ കോളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് എന്ന് കൊടുക്കണം. അപ്പൊ ഒന്നാമത്തെ കോളത്തിൽ ആരാ, ഇൻപുട്ട്. ഓക്കെ, അപ്പൊ വെറും പുട്ടല്ല, ഇൻപുട്ട് എന്ന് കൊടുക്കണം. ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് ഇൻപുട്ട്, രണ്ടാമത്തെ കോളത്തിൽ ഔട്ട്പുട്ട്. ഓക്കെ, രണ്ടാമത്തെ കോളത്തിൽ ഔട്ട്പുട്ട്. ഇവിടെ ഇൻപുട്ട് 2 ഇൻപുട്ട് ഉണ്ട്, എ ബി എന്ന് പറയുന്ന 2 ഇൻപുട്ട് ഉണ്ട്. സോ ആദ്യത്തെ കോളത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം, എ ബി എന്ന് കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, എ കൊടുക്കാം, ഈ ഭാഗത്ത് ബി കൊടുക്കാം. ഇവിടെ y = ഔട്ട്പുട്ട് ആണ്, = a + b ആണ്. ഓക്കെ, a + b ആണ്. നമുക്ക് എങ്ങനെ കൊടുക്കാന്ന് നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്തു, എയിലും ബിയിലും 1 കൊടുത്തു. അപ്പൊ എയിലും 0 കൊടുത്തു, ബിയിലും 0 കൊടുത്തു. അപ്പൊ എക്കും ബിക്കും നമ്മൾ 1 കൊടുത്തു. ഓക്കെ, സോ എക്കും ബിക്കും നമ്മൾ 1 കൊടുത്തു. സോ a 0 b 0. അപ്പൊ ഔട്ട്പുട്ട് എന്താ കിട്ടുക, y = a + b ആണ് അല്ലെ. സോ 0 ആണ് a, അതേപോലെ 0 or 0, 0 + 0 അല്ലെങ്കിൽ 0 or 0 എന്ന് പറഞ്ഞാൽ എത്ര, 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 0 0 0 തന്നെ കിട്ടിയത്. സോ നമ്മൾ എക്കും 0 കൊടുത്തു, ബിക്കും 0 കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ട് y എന്താ കിട്ടുക, അതും 0 ആണ് കിട്ടുക. ഓക്കെ,
അപ്പൊ 0 കൊടുത്തു. നമുക്ക് അടുത്ത കോമ്പിനേഷൻ നോക്കാം. ഞാൻ എന്ത് ചെയ്തു, എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു. ആകെ 0യും 1 കൊടുക്കാൻ പാടുള്ളൂ. എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു. അപ്പൊ എന്ത് വരും, y is equal to a or b, a plus b. എക്ക് 0 കൊടുത്തു, എത്ര 0 പ്ലസ് അല്ലെങ്കിൽ ഓർ ബിക്ക് എത്ര 1 കൊടുത്തു. സോ 0 പ്ലസ് 1 എത്ര, 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, 0 പ്ലസ് 1 ആണ് 0 ഓർ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, അടുത്തതിൽ എക്ക് 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു. അപ്പൊ y is equal to a plus b. ഇതേപോലെ തന്നെ y is equal to a എത്ര 1 1 b 0, 1 പ്ലസ് 0 അല്ലെങ്കിൽ 1 ഓർ 0 എത്ര 1 തന്നെ കിട്ടും. ഓക്കെ, ഞാൻ എക്കും ബിക്കും അവസാനത്തെ കോമ്പിനേഷൻ 0 0 കൊടുത്തു, 0 1 കൊടുത്തു, 1 0 കൊടുത്തു, ഇനി 1 1 കൂടെ കൊടുക്കാവുള്ളൂ അല്ലെ. അപ്പൊ എക്ക് 1 കൊടുത്തു, സോ y is equal to a plus b ആണ്. എക്ക് 1 കൊടുത്തു പ്ലസ് അല്ലെങ്കിൽ ഓർ ബിക്കും 1 കൊടുത്തു. 1 പ്ലസ് 1 എത്ര 2 ആണോ, അല്ല 1 തന്നെ, നേരത്തെ മുകളിൽ എഴുതിയിട്ടുണ്ട്. 1 പ്ലസ് 1 എന്താ 1 ആണ്. ഓക്കെ, സോ ഇവിടെയും നമുക്ക് 1 എന്ന് കിട്ടി. സോ ഇതോടുകൂടെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ നിങ്ങൾ നോക്കിയില്ലേ, രണ്ട് ഔട്ട്പുട്ടും 0 ആകുമ്പോൾ നമുക്ക് എന്താ, രണ്ട് ഇൻപുട്ടും 0 ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 0 ആണ് കിട്ടുക. അതേപോലെ രണ്ട് ഔട്ട്പുട്ടും 1 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സോറി, രണ്ട് ഇൻപുട്ടും 1 ആകുമ്പോൾ നമുക്ക് 1 തന്നെ കിട്ടും. പിന്നെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് എന്ത് ചെയ്താൽ മതി, 1 ആയാൽ മതി. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് 1 കിട്ടും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാലും പുറത്തത് ഔട്ട്പുട്ട് 1 തന്നെ കിട്ടും. അതാണ് ഈ പറഞ്ഞ പോയിന്റിന് അർത്ഥം. കണ്ടോ, ഔട്ട്പുട്ട് വിൽ ബി ഹൈ ഇഫ് എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഓർ ഓൾ ഇൻപുട്ട് ആർ ഹൈ. ഹൈ എന്ന് പറഞ്ഞത് 1 എന്നാണ്, ലോ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, 1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെറുതെ ജസ്റ്റ് പറയാം, 1 എന്ന് പറഞ്ഞാൽ ഹൈ ആണ്, 0 എന്ന് പറഞ്ഞാൽ ലോ ആണ്, അങ്ങനെ തന്നെയാണല്ലോ. സോ ഏതേലും ഇൻപുട്ട് ഹൈ ആയാൽ മതി, നമുക്ക് ഔട്ട്പുട്ട് ഹൈ തന്നെ കിട്ടും. കണ്ടോ, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടും. അതാണ് ഓർ ഗേറ്റിന്റെ പ്രത്യേകത. അതുകൊണ്ടോ എ പ്ലസ് ബി എന്ന് കൊടുക്കാനുള്ള കാരണം അതാണ്. സോ ഓർ ഗേറ്റ് ഈസ് കംപ്ലീറ്റഡ്. നമുക്ക് അടുത്തൊരു ഗേറ്റും കൂടെ പഠിക്കാണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ ബേസിക് ഗേറ്റ് ആണ്. രണ്ട് ബേസിക് ഗേറ്റ് ഓൾറെഡി പഠിച്ചു. നമുക്ക് മൂന്നാമത്തെ ബേസിക് ഗേറ്റ് പഠിക്കാനുള്ളത്, ദാറ്റ് ഈസ് ദ ആൻഡ് ഗേറ്റ്. എന്താണ് അതിന്റെ പേര്, ആന്റി നോക്കരുത്, ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, എന്താണ് ആൻഡ് ഗേറ്റ്? ഓക്കെ, ആൻഡ് ഗേറ്റ് നേരത്തെ പഠിച്ച അതേ സ്ഥാനത്ത് തന്നെ. ആൻഡ് ഗേറ്റ് ഹാവിംഗ് 1 ഓർ മോർ ഇൻപുട്ട് ആൻഡ് ഹാസ് 1 ഔട്ട്പുട്ട്. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ അതിലധികമോ ഇൻപുട്ട് ഉണ്ടാവും, ഒറ്റ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ആൻഡിന്റെ സർക്യൂട്ട് ഡയഗ്രാം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡിന്റെ സർക്യൂട്ട് ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ വെച്ച ഓർ കണ്ടില്ല, ഓറിന്റെ അതേപോലെയാണ്. ഓർ ഇങ്ങനെ വരക്കണം, പക്ഷെ ആൻഡ് നമ്മൾ ഡി ആയിട്ടാണ് വരയ്ക്കുക. ഓക്കെ, ആൻഡ് എന്ന് പറയാൻ കാരണം അത് ഡി ആയിട്ടാണ് വരിക. ഓക്കെ, ആൻഡിന്റെ ഷേപ്പ് എങ്ങനെ വരിക, ഡി ആണ് വരിക. ആൻഡ് പറഞ്ഞ ഉറുമ്പല്ല. സോ ഇവിടെ ഡി ഷേപ്പിലാണ് വരിക. കണ്ടോ, ഇതൊരു ഡി ഷേപ്പ് ആണ്. കണ്ടോ, അങ്ങനെ ഡി ആവുമ്പോൾ മനസ്സിലാക്കണം അതൊരു ആൻഡ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇൻപുട്ട്. ഓക്കെ, ഇവിടുത്തെ രണ്ട് ഇൻപുട്ട്, ഒരു ഇൻപുട്ട് എന്താണ് എ ആണ്, മറ്റേ ഇൻപുട്ട് ബി ആണ്. പിന്നെ ഇവിടുന്ന് നേരെ എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ട് വൈ എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ട് നേരെ ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ അറിയോ, y ഈസ് ഈക്വൽ ടു എ എന്താ പറയാ ഡോട്ട് ബി. ഓക്കെ, ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റു എന്നാണ് മനസ്സിലാക്കുക. എ ഇൻറ്റു ബി, എ ഇൻറ്റു ബി എന്ന് വായിക്കരുത്. ബി ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് അർത്ഥം. എ ആൻഡ് ബി എന്നാണ് അതിന് പറയാം. എന്താ പറയാ, എ ആൻഡ് ബി എന്നാണ് പറയാം. എ ഡോട്ട് ബി എന്ന് പറയരുത്, അല്ലെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയരുത്, എ ആൻഡ് ബി ആണ്. ഓക്കെ, സോ എ ആൻഡ് ബിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞുതരാം. 1 എന്താ പറയാൻ പറഞ്ഞുതരാം, 0 എന്താ പറയാ ഇൻറ്റു 0, അല്ലെങ്കിൽ 0 ആൻഡ് 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 തന്നെയാണ്. ദെൻ 1 എന്താ പറയാ ഇൻറ്റു 0, 1 ഇൻറ്റു 0 എങ്കിൽ 1 ആൻഡ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് 0 തന്നെയാണ്. അതേപോലെ നേരത്തെ നമ്മൾ സാധാ മൾട്ടിപ്ലിക്കേഷൻ 0 ഇൻറ്റു 1 അല്ലെങ്കിൽ 0 ആൻഡ് 1 എന്ന് പറഞ്ഞാൽ അതും 0 ആണ്. ദെൻ 1 എന്താ പറയാ ആൻഡ് 1 അല്ലെങ്കിൽ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കുക, സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ. കണ്ടോ, പക്ഷെ മറ്റേത് പോലല്ല, ഇത് സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ വരക്കണം. നേരത്തെ വരച്ച അതേപോലത്തെ ട്രൂത്ത് ടേബിൾ നമുക്ക് വരക്കണം. ഓക്കെ, ഞാൻ ഈ ട്രൂത്ത് ടേബിൾ ഇങ്ങനെ കട്ടെടുത്ത് കൊണ്ടുവരികയാണ്. ഇതിന് ട്രൂത്ത് ടേബിൾ ഇതേപോലെ തന്നെ 4 കോമ്പിനേഷനേ ഉള്ളൂ. ആദ്യം 0 0, പിന്നെ 0 1, പിന്നെ 1 0, അങ്ങനെ 4 കോമ്പിനേഷൻ മാത്രമേ ഇതിനുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇതേപോലത്തെ ടേബിൾ വരക്കണം. ഇതിനെ ട്രൂത്ത് ടേബിൾ എന്ന് പറയാം. ഇതിൽ ആരൊക്കെ വ്യത്യാസമുള്ളൂ, ഇവിടെ കുറച്ച് സാധനങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഇവിടെ 0 കോമ്പിനേഷൻ അതേപോലെ തന്നെയാണ്. കോമ്പിനേഷൻ ഒരു വ്യത്യാസമില്ല, ഔട്ട്പുട്ട് മാത്രമേ മാറുള്ളൂ. നേരത്തെ ആദ്യം നമ്മൾ 0 0 കൊടുക്കുക, 1 0 കൊടുക്കുക, അതവിടെ മാത്രമേ മാറ്റം വരുള്ളൂ. ഓക്കെ, ഇവിടെയും മാറ്റം വരും. പിന്നെ ഔട്ട്പുട്ട് കണ്ടോ, y is equal to a or b അല്ല, a and b ആണ്. സോ a ഇൻറ്റു b കൊടുക്കണം. ഓക്കെ, എന്ത് കൊടുക്കണം, y is equal to a ഇൻറ്റു b. ഓക്കെ, നമുക്ക് ചെയ്യാൻ തുടങ്ങല്ലേ. y is equal to a ഇൻറ്റു b ആണ്. ആദ്യം a 0 b 0. സോ a 0 കിട്ടി, b 0 കിട്ടി. അപ്പൊ y is equal to എന്താണ്, a and b ആണ് അല്ലെ. സോ y is equal to a 0 അല്ലേ. സോ 0 and 0, 0 ഇൻറ്റു 0 എന്താ, 0 ഇൻറ്റു 0 അഗെയിൻ 0 ആണ്. ഓക്കെ, ഇനി അടുത്തത് എക്ക് 1 കൊടുത്തു, എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു. സോ
എക്ക് y is equal to a dot b ആണ്. സോ എക്ക് എന്ത് കൊടുത്തു, 0 കൊടുത്തു. 0 ആൻഡ് 1 അല്ലെങ്കിൽ 0 into 1 അഗെയിൻ 0 ആണ്. ഓക്കെ, അടുത്തത് എക്ക് 1 കൊടുത്തു, അതേപോലെ ബിക്ക് 0 കൊടുത്തു. സോ 1 into 0 അത്ര അഗെയിൻ 0 ആണ്. ഓക്കെ, അവസാനത്തത് എ ഡോട്ട് ബി, എ 1 ആണ് ബി 1 ആണ്. സോ എന്ത് കിട്ടും, 1 തന്നെ കിട്ടും. അതായത് ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ഹൈ ആണ്, നിങ്ങൾക്ക് നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. y 1 എന്ന് പറഞ്ഞാൽ ഹൈ ആണ്, 0 എന്ന് പറഞ്ഞാൽ ലോ ആണ്. സോ രണ്ട് ഇൻപുട്ടും ഹൈ ആവുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ, ഹൈ ആവുള്ളൂ. നേരത്തെ ഓറൽ എന്താ പഠിച്ചത്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവുമ്പോഴാണ് ഔട്ട്പുട്ട് ഹൈ കിട്ടുക. പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആയിട്ട് കാര്യമില്ല, രണ്ട് ഇൻപുട്ടും 1 ആവുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയത് 1 കിട്ടുള്ളൂ. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഔട്ട്പുട്ട് വിൽ ബി ഹൈ ഓൺലി വെൻ ഓൾ ദ ഇൻപുട്ട് ഈസ് ഹൈ. ഓക്കെ, അപ്പൊ അതും കൂടെ നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കുക. സോ ഇതോടുകൂടെ 3 ബേസിക് ഗേറ്റുകൾ കഴിഞ്ഞു. എത്ര ഗേറ്റാ നമുക്ക് പഠിക്കാനുള്ളത്, 5 എണ്ണം. 3 ബേസിക് ഗേറ്റുകൾ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, 3 ബേസിക് ഗേറ്റ് ഏതൊക്കെയാണ്, ഒന്ന് നോട്ട്, രണ്ടാമത്തത് ഓറ്, മൂന്നാമത്തത് ആൻഡ്, അത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 യൂണിവേഴ്സൽ ഗേറ്റും കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, 2 യൂണിവേഴ്സൽ ഗേറ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 3 ബേസിക് ഗേറ്റ് നമ്മൾ തീർത്തു. ഇനി നമുക്ക് 2 യൂണിവേഴ്സൽ ഗേറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 2 യൂണിവേഴ്സൽ ഗേറ്റും കൂടെ പഠിക്കാനുണ്ട്. ലോജിക് ഗേറ്റ് ഞാൻ തീർക്കും. സോ യൂണിവേഴ്സൽ ഗേറ്റ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ ഗേറ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ ഗേറ്റ് ആകെ 2 എണ്ണം ഉള്ളൂ. ഇത് പറഞ്ഞ പോലെ ആകെ 2 എണ്ണം ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഈ യൂണിവേഴ്സൽ ഗേറ്റ് കടക്കുന്ന മുമ്പ് ആയത് ബേസിക് ഗേറ്റ് നല്ലോണം വായിച്ച് തറവാക്കണം. അത് മനസ്സിലായാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. യൂണിവേഴ്സൽ ഗേറ്റ് 2 എണ്ണമാണ്. ഒന്നിന്റെ പേരാണ് നാൻഡ്. എന്താണ് നാൻഡ്? രണ്ടാമത്തിന്റെ പേര് നോർ. നാൻഡ് കോമ നോർ ഗേറ്റ് ആർ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്. ഓൾ ബേസിക് ഗേറ്റ് ക്യാൻ ബി ഫാബ്രിക്കേറ്റഡ് യൂസിങ് നാൻഡ് ഓർ നോർ ഗേറ്റ്. അതായത് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വെച്ചിട്ട് നമുക്ക് എല്ലാ ബേസിക് ഗേറ്റുകളും ഉണ്ടാക്കാം. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. സോ നോർ ഗേറ്റ്, ഒന്നാമത്തെ യൂണിവേഴ്സൽ ഗേറ്റ് ആണ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നറിയോ, ഒരു ഓർ ഗേറ്റും അതേപോലെ ഒരു നോട്ട് ഗേറ്റും കൂട്ടിയാൽ നമുക്ക് നോർ ഗേറ്റ് എന്ന് കിട്ടും. കണ്ടോ, പേരിന് കണ്ടില്ലേ, നോർ ഗേറ്റ്. ഒരു ഓർ ഗേറ്റും ഒരു നോട്ട് ഗേറ്റും കൂട്ടുമ്പോഴാണ് നമുക്ക് നോർ ഗേറ്റ് കിട്ടുക. ഓക്കെ, നോർ ഗേറ്റ് കിട്ടുക. അതിന്റെ അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഹാസ് 1 or more എന്താ പറയുക ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. പിന്നെ ലോജിക് ഓപ്പറേഷൻ ക്യാരിഡ് ബൈ ദ നോർ ഗേറ്റ് ഈസ് നോട്ട് ദ ഓർ ഗേറ്റ്. ഓക്കെ, അതെന്താ പറഞ്ഞുതരാം. ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ വെറും നോട്ട്, സാധാ നോട്ടല്ല, നോട്ട് ഗേറ്റ് ആണ് ദ ഓർ ഗേറ്റ്. അതെന്താ പറഞ്ഞുതരാം. സോ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വളരെ സിമ്പിൾ ആണ്. സർക്യൂട്ട് ഡയഗ്രാം 2 തരത്തിൽ വരക്കാം. സാധാരണ ഈ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, സാധാരണ ഈ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഓർ ഗേറ്റ് വെക്കണം. ഓർ ഗേറ്റ് വെക്കുക. ഓക്കെ, 2 ഇൻപുട്ട് വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇൻപുട്ട് മസ്റ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു വട്ടം ഇടുക. ഈ വട്ടം എന്താ അറിയോ, ഈ വട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ നോട്ട് ഗേറ്റിന്റെ വട്ടമാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒരു ഇൻപുട്ട് y. ഓക്കെ, സോ ഇവിടെ എന്താ പറയാ, എ എന്നുള്ള ഇൻപുട്ട്, ബി എന്നുള്ള ഇൻപുട്ട്, ദെൻ ഇവിടെ y എന്നുള്ള എന്താ പറയാ ഔട്ട്പുട്ട്. സോ ഇവിടുത്തെ എന്താ പറയാ, ഇവിടുത്തെ എന്താ പറയാ ഓപ്പറേഷന്റെ ഇക്വേഷൻ y is equal to a plus b the whole bar ആണ്. അതായത് നിങ്ങൾ ആദ്യം എ ഓർ ബി ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന്റെ എന്തെടുക്കുക, ബാർ എടുക്കുക. ഓക്കെ, അതിന് നേരെ ഇൻവേഴ്സ് എടുക്കുക. സോ ഇവിടെ y is equal to a plus b whole bar ആണ്. എന്താണ്, y is equal to a plus b whole bar ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. y is equal to a plus b whole bar. ഒന്നെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി നിങ്ങൾ, അല്ലെങ്കിൽ ഓറും നോട്ടും കൂട്ടിയ ഗേറ്റ് അല്ലേ, ഓറും നോറും കൂട്ടിയ ഗേറ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരക്കാം. ആദ്യം ഒരു ഓർ ഗേറ്റ് നമ്മൾ നേരെ വരച്ചു. ഇതാണ് ഒരു ഓർ ഗേറ്റ്. ഓക്കെ, ഈ ഓർ ഗേറ്റ് എന്ത് ചെയ്യുക, ഇതാണ് ഓർ ഗേറ്റ്. ഈ ഓർ ഗേറ്റിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നേരെ എന്ത് ചെയ്യുക, ഒരു നോട്ട് ഗേറ്റിൽ കൊണ്ടുപോയി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വരക്കാം, ഏത് നോർ ഗേറ്റ്. ഓക്കെ, ഒന്നെങ്കിൽ ഇതാണ് സാധാരണ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇത് വരച്ചാൽ മതി. ഇതും കൂടെ വരച്ചാൽ കുറച്ച് ഇംപ്രഷൻ കൂടും. ഓക്കെ, സോ y is equal to a plus b whole bar. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ എന്ത് വരക്കണം, ഇനി നമുക്ക് ഇതിന്റെ എന്ത് വരക്കണം, നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരക്കണം. സോ ട്രൂത്ത് ടേബിൾ ഞാൻ ആദ്യം തന്നെ വരക്കണം. സോ ഞാൻ ട്രൂത്ത് ടേബിൾ നേരത്തെ പറഞ്ഞു, ആകെ എ ബി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് എപ്പോഴും 1 0 0 1 1 0 0 0 0 1 0 അങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കും അത് കൊടുക്കുന്നത് എപ്പോഴും. ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ എന്താ പറയുക, പ്രത്യേകിച്ചിട്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. സോ അത് വലിയ വിഷയങ്ങളല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഔട്ട്പുട്ട് വരക്കാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് വരക്കാം, വലിയ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഇൻപുട്ടിന് ഒരു ഭാഗം ഉണ്ടാവും, അതേപോലെ എ ബി, ഇത് എ ബിക്കുള്ള കോളാണ്. പിന്നെ 4 കോമ്പിനേഷൻ ഉണ്ടാവുള്ളൂ, അല്ലാതെ അപ്പുറത്തേക്ക് ഒന്നും നമുക്ക് ഇത് പഠിക്കാനില്ല. സോ ഇത് 2 ഗേറ്റും വരക്കാൻ വളരെ സിമ്പിളാണ്. 1 2 ദെൻ എന്താ പറയാ 3 4. ഓക്കെ, ഗേറ്റുകളിൽ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഇവിടെ ഇൻപുട്ട്. ഓക്കെ, ഇവിടെ എന്താ പറയാ ഇൻപുട്ട് ആണ്. ദെൻ ഇവിടെ എന്താണ്, ഔട്ട്പുട്ട് ആണ്. ദെൻ ഇവിടെയോ, ഇവിടെ എ, ഇവിടെ ബി. y is equal to എന്താണ്, a plus b whole bar ആണ്. a plus b whole bar ആട്ടോ, a plus b whole bar ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആദ്യം 0 0 കൊടുക്കാം,
പിന്നെ 1 0 കൊടുക്കാം, പിന്നെ 0 1 എന്ന് കൊടുക്കാം, പിന്നെ എന്ത് കൊടുക്കാം 1 1 എന്ന് കൊടുക്കാം. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരും. സോ y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ ബാർ ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എക്ക് 0 കൊടുക്കാം, ബിക്ക് 0 കൊടുക്കാം. അപ്പൊ y എന്താ വരിക, y ഈസ് ഈക്വൽ ടു ആക്ക് a 0 കൊടുത്തു പ്ലസ് എന്താ പറയുക 0 ഹോൾ ഡിവൈഡ് ബൈ ബാർ. ആദ്യം 0 പ്ലസ് 0 ചെയ്യാം. 0 പ്ലസ് 0 എന്താണ് 0 ആണ്, മേലെ ബാർ ആണ്. 0 ബാർ എത്രയാ 1 ആണ്. സോ ഇവിടെ 1 എന്ന് വരും. ചെയ്ത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് എക്ക് 1 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു. സോ നമുക്ക് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ ബാർ ആണ്. സോ a 1 ആണ്, b 0 ആണ്. സോ 1 പ്ലസ് 0 ഹോൾ ബാർ. ആദ്യം 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ മേലെ ഒരു ഹോൾ ബാർ ഉണ്ട്. സോ 1 ബാർ എന്ന് പറഞ്ഞാൽ എത്ര 0 ആണ്. ഓക്കെ, ഇനി അടുത്ത 0 പ്ലസ് 1 ഹോൾ ബാർ. സോ 0 പ്ലസ് 1 ഹോൾ ബാർ. 0 പ്ലസ് 1 എത്ര 1 ആണ്. 1ന്റെ മുകളിൽ ഒരു ബാർ ഉണ്ട്. സോ 1 ബാർ എത്ര 0 ആണ്. ഓക്കെ, 1 0 0 ആയി, 1 0 0 ആയി. ഇനി അടുത്ത് 1 പ്ലസ് 1, സോ അല്ലെങ്കിൽ 1 ഓർ 1 പ്ലസ് 1 ഹോൾ ബാർ. 1 പ്ലസ് 1 എത്ര 1 ആണ്. സോ 1 ബാർ എത്ര, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. കണ്ടല്ലേ, ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മളെ ട്രൂത്ത് ടേബിൾ ഓഫ് എന്ത് പറയാ, നോറിന്റെ ട്രൂത്ത് ടേബിൾ ഇതാണ്. ഓക്കെ, നോറിന്റെ ട്രൂത്ത് ടേബിൾ ഇതാണ്. എ പ്ലസ് ബി ഹോൾ ബാർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം എ പ്ലസ് ബി ചെയ്തിട്ട് മോൾക്ക് ബാർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ. സോ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത യൂണിവേഴ്സൽ ഗേറ്റ് പഠിക്കാറുണ്ട്. ദാറ്റ് ഈസ് നോർ ഗേറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നാൻഡ് ഗേറ്റ് ആണ്. നോർ എങ്ങനെ ഉണ്ടാക്കിയത്, നോട്ടും ഓറും വെച്ചിട്ട്. നാൻഡ് അപ്പം എങ്ങനെ ഉണ്ടാക്കും, നോട്ടും ആൻഡ് ഗേറ്റും വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുക. ഓക്കെ, അതോടുകൂടി ഈ ചാപ്റ്ററിന്റെ ഒരു 60% കഴിയും. സോ നാൻഡ് ഗേറ്റും, നാൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഹാവിംഗ് 1 or more ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. ലോജിക് ഓപ്പറേഷൻ ഈസ് കാരിഡ് ബൈ നാൻഡ് ഗേറ്റ് ഈസ് നോട്ട് ദ ആൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം നമ്മൾ വരക്കണം. സോ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം ആൻഡ് ഗേറ്റ്, അതായത് ഒരു ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കൂട്ടുമ്പോഴാണ് നാൻഡ് ഗേറ്റ് ഉണ്ടാകുക. അപ്പോൾ ആദ്യം നാൻഡ് ഗേറ്റ് വരയ്ക്കുക. അപ്പൊ ഡി ആണ്. പിന്നെ നോട്ട് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു പുള്ളിട്ട് കൊടുത്താൽ മതി. സോ ഇങ്ങനെ പോവും. ദെൻ ഇവിടെയോ, ഇവിടെ 2 ഔട്ട്പുട്ട് എ ബി. ഓക്കെ, ഇവിടെ എന്ത് കിട്ടും, എ കിട്ടും, ഇവിടെ ബി കിട്ടും, ഇവിടെ വൈ കിട്ടും. സോ ഇതിന്റെ ബൂളിയൻ അൽജിബ്രന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരിക. y ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി ഹോൾ ബാർ. ഓക്കെ, y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഹോൾ ബാർ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇനി ഒന്നെങ്കിൽ ഈ ഡയഗ്രാം നിങ്ങൾക്ക് വരക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻഡും നോട്ടും കൂട്ടിയിട്ടുള്ളത് വരക്കാം. സോ ആദ്യം ഒരു ആൻഡ് വരക്കുക, 2 ഔട്ട്പുട്ട് ഉണ്ടാവും. ഒന്നെങ്കിൽ ഇങ്ങനെയും വരക്കാം, എന്നിട്ട് ഒരു നോട്ട് വരക്കാം. ഓക്കെ, ഇവിടെ ഒരു നോട്ട് വരക്കുക, ഇങ്ങനെ പോവാം. സോ ഈ 2 ഡയഗ്രാം നിങ്ങൾക്ക് പറ്റും. y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ദ ഹോൾ ബാർ. ഇതാണ് നാൻഡ് ഗേറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യും, നേരത്തെ എ പ്ലസ് ബി ഹോൾ ബാർ ആയിരുന്നു. ഇവിടെ ആദ്യം എ ഡോട്ട് ബി ചെയ്യുക, അല്ലെങ്കിൽ എ ആൻഡ് ബി ചെയ്യുക, എന്നിട്ട് മേലത്തെ ബാർ ഇട്ട് കൊടുക്കുക, ചെയ്ത ആൻസർ കിട്ടും. ഓക്കെ, സോ ട്രൂത്ത് ടേബിൾ വരക്കണം. സോ അതോടുകൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ഈ സെക്ഷൻ തീരുമാനവും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ വരക്കണം. സോ നമുക്ക് നോക്കാം അത് എങ്ങനെ വരുന്നു. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വളരെ സിമ്പിൾ ആണ്. നിങ്ങളിത് വീട്ടിൽ പോയിട്ട് ഒരു 4-5 പ്രാവശ്യം വായിച്ചു നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഇതൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. ഓക്കെ, സോ ഇവിടെ നമുക്ക് മാറ്റാനുള്ളതായിരിക്കാം. ഇൻപുട്ട് എപ്പോഴും 0 0 0 1 1 0 1 1, അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ യാതൊരു മാറ്റവും. സോ y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ ബാർ ഇല്ല, അത് മാറ്റണം. അത് എന്ത് ചെയ്യണം, y ഈസ് ഈക്വൽ ടു എ, ഇതൊക്കെ നിങ്ങൾ വേറെ സെപ്പറേറ്റ് ടേബിൾ വരയ്ക്കണേ, അല്ലെങ്കിൽ ഒക്കെ തെറ്റിപ്പോകും. y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഹോൾ ബാർ എന്ന് കൊടുക്കണം. y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ദ ഹോൾ ബാർ. ഇനി എങ്ങനെ ചെയ്യും, y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ദ ഹോൾ ബാർ ആണ്. ആദ്യം എ 0 ആണ്, ബി 0 ആണ്. നമുക്ക് ഇവിടെ കൊടുക്കുക എ 0, അപ്പൊ 0 ഡോട്ട് 0 ദ ഹോൾ ബാർ. അപ്പൊ ആദ്യം 0 ഡോട്ട് 0 എന്താണ്, 0 ആണ്. സോ അതിന്റെ ഹോൾ ബാർ, 0 ബാർ എത്ര 1 ആണ്. സോ ഇവിടെ 1 കൊടുത്തു. ദെൻ 1ഉം 0യും, 1 എന്താണ് എ ആണ് അല്ലെ. സോ 1 ഡോട്ട് 0 ദ ഹോൾ ബാർ, ബാർ ലാസ്റ്റ് കൊടുത്താൽ മതി. 1 into 0 എന്താണ്, അല്ലെങ്കിൽ 1 and 0 എന്താണ്, 0 ആണ്. സോ 0 ബാർ എത്ര, അഗൈൻ 1. കണ്ടോ, ഇങ്ങനെ ചെയ്യാം. ദെൻ 0യും 1ഉം, സോ 0 ഡോട്ട് 1 അല്ലെ, 0 ഡോട്ട് 1 ദ ഹോൾ ബാർ. 0 into 1 എന്താണ്, അഗൈൻ 0, 0ന്റെ ബാർ എത്ര, അഗൈൻ 1. ഓക്കെ, ഇനി അടുത്ത് 1ഉം 1ഉം, അപ്പൊ എന്ത് വരും, 1 ഡോട്ട് 1 ദ ഹോൾ ബാർ. 1 into 1 എത്ര, 1 ആണ്, അല്ലെങ്കിൽ 1 and 1 1 ആണ്. സോ 1ന്റെ ബാർ എത്ര, 0. സോ ഇങ്ങനെയാണ് വരിക. സോ ഇതാണ് മൊത്തം 5 ടൈപ്പ് ഓഫ് ലോജിക് ഗേറ്റ് ഉള്ളത്. ഇതിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത് മതി. സോ ഇനി നമുക്ക് ആകെ തീർക്കാനുള്ളത് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ടോപ്പിക്കാണ്. അത് 2 ക്ലാസ് അല്ലെങ്കിൽ 1.5 ക്ലാസ് വേണം. അത് നമുക്ക് എടുത്തുകൂടെ കഴിഞ്ഞ് ഇലക്ട്രോണിക്സ് മൊത്തമായി. ലോജിക് ഗേറ്റിൽ എല്ലാ ഗേറ്റും 5 ഗേറ്റും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാൻ കാരണം ഓൾ ബേസിക് ഗേറ്റ് ക്യാൻ ബി ഫാബ്രിക്കേറ്റഡ് യൂസിങ് നാൻഡ് ഓർ നോർ ഗേറ്റ്. നാൻഡും നോർ ഗേറ്റും വെച്ചിട്ട് ഏതും നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടാക്കാം. സോ ഇത്രയേ ഉള്ളൂ. സോ ഇതോടുകൂടെ ഇന്നത്തെ സെക്ഷൻ കഴിയാണ്. സോ ഇന്ന് തന്നെ പോയിട്ട് വീഡിയോ ഒക്കെ കാണുക. സോ താങ്ക് യു ഓൾ.